we just discussed what the PCB editor, these 3 steps. We had discussed about what a symbol is. Then we had designed a small schematic. Okay. Now, in the session, like before I just move into KiCad directly, കുറച്ച് പോയിന്റ്സ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തിട്ട് KiCad-ലോട്ട് പോകാം. സോ ഇന്നത്തെ സെഷൻ മെയിൻലി എങ്ങനെയാണ് PCB ഡിസൈൻ, ബേസിക്കലി സ്കീമാറ്റിക് വരച്ച് കഴിഞ്ഞാൽ ഉള്ള സ്റ്റെപ്സ് എന്തൊക്കെയാണ്. സോ ആഫ്റ്റർ വി ഹാവ് ഡിസൈൻ ദ സ്കീമാറ്റിക്, സോ I'll write it like this. After we have designed the schematic design. So after we have designed the schematic, the second step that we have to do is assigning the footprints. Assign footprints. So what do you mean by a footprint? Footprints basically you can say collection of pads that actually replicate that in the chip or IC or whatever it is, or be it a resistor or capacitor or whatever it is, or SMD components that I'll write it over here what SMD components are. SMD components means surface mounted components, that is those components that we mounted on the PCB. So this surface mounted components in the and then a collection of pads that actually replicate this device. അപ്പോൾ അതിന്റെ മണ്ടയ്ക്കായിരിക്കും നമ്മൾ ഈ കമ്പോണന്റ് ആസ് സച്ച് പ്ലേസ് ചെയ്യുന്നത്. സോ അതിനെയാണ് എന്ത് പറയുന്നത്, ഒരു ഫുട് പ്രിന്റ് എന്ന് പറഞ്ഞാൽ. സോ ആഫ്റ്റർ വി ഹാവ് ഡിസൈൻഡ് ദ സ്കീമാറ്റിക്, ദ സെക്കൻഡ് സ്റ്റെപ്പ് ഈസ് ബേസിക്കലി അസൈനിങ് ദ ഫുട് പ്രിന്റ്. നൗ അസൈനിങ് ഫുട് പ്രിന്റ് ഇസ് റിയലി ഇമ്പോർട്ടൻറ്റ്. കാരണം വരുമ്പോഴത്തേക്ക് മീൻസ് ശ്രദ്ധിച്ചേണ്ട ഒരു കാര്യമാണ്. കാരണം മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള പ്രൊഡക്ട്സിന്റെ ഫുട് പ്രിന്റ്സ് വേണം നമ്മൾ സെലക്ട് ചെയ്യാൻ. ഫോർ എക്സാമ്പിൾ ഒരു റെസിസ്റ്റേഴ്സ് എന്ന് പറയുമ്പോൾ 0603 എന്ന് പറയുന്ന റെസിസ്റ്റേഴ്സ് ഉണ്ട്, 1206, 0402, അങ്ങനെ മൾട്ടിപ്പിൾ സൈസസ്. സോ ഇത് ബേസിക്കലി ആ റെസിസ്റ്ററിന്റെ ഡയമെൻഷൻ ഇൻ മില്ലിമീറ്റേഴ്സ് ആണ് ഇത് സ്പെസിഫൈ ചെയ്യുന്നത്. സോ ആ ഒരു മൾട്ടിപ്പിൾ ഡയമെൻഷൻസ് ഉള്ള റെസിസ്റ്റേഴ്സ് നമുക്ക് അവൈലബിൾ ആയിരിക്കും. അതിൽ ചില റെസിസ്റ്റേഴ്സ് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാൻ ഒരു 10K റെസിസ്റ്റർ എടുത്തെന്ന് വെച്ചോ, ചിലപ്പോൾ മാർക്കറ്റിൽ 10K റെസിസ്റ്ററിന്റെ 0603 സ്റ്റോക്ക് അവൈലബിൾ ആയിരിക്കത്തില്ല, മേ ബി. സോ ഇപ്പം കോമൺലി പർച്ചേസ് ചെയ്യുന്ന കമ്പോണൻസ് യൂഷ്വലി മൗസർ, ഡിജികി ഇങ്ങനെ പർച്ചേസ് ചെയ്യുന്നത്. സോ ഈ സൈറ്റ്സിലൊന്നും അവൈലബിൾ അല്ലെങ്കിൽ നമ്മൾ ആ ഫുട് പ്രിന്റ് വെച്ചിട്ട് യൂസ് ഇല്ല. സോ വി ഹാവ് ടു ഗോ ഫോർ എ ഫുട് പ്രിന്റ് that is available in the market. അപ്പം കോമൺലി റെസിസ്റ്റേഴ്സും കപ്പാസിറ്റേഴ്സും ഒക്കെ വരുമ്പോൾ ഈ പ്രശ്നങ്ങളൊന്നും വരത്തില്ല. കാരണം അവിടെ എല്ലാ സൈസസും അവൈലബിൾ ആയിട്ട് നമുക്ക് കിട്ടുന്നത് ഭയങ്കര കോമൺലി അത് ഔട്ട് ഓഫ് സ്റ്റോക്ക് ആവാറില്ല. പക്ഷേ ഇൻഡക്ടേഴ്സ്, ഓസിലേറ്റേഴ്സ്, ഇങ്ങനത്തെ കുറച്ച് കമ്പോണൻസ് വരുമ്പോഴത്തേക്ക് ഇത് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. നൗ ലൈക്ക് മിസ്റ്റേക്സ് അവിടെ സംഭവിക്കാം. ഫോർ എക്സാമ്പിൾ നമ്മൾ എടുക്കുന്ന ഇൻഡക്ടർ നമ്മളെല്ലാം PCB ഫുൾ ഒരു ഫുട് പ്രിന്റ് അസൈൻ ചെയ്തു, ഒരു 1206 ഒരു ഇൻഡക്ടറിന്റെ ഫുട് പ്രിന്റ് അസൈൻ ചെയ്ത് കൊടുത്തു. PCB എല്ലാം കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞ് നമ്മൾ മാനുഫാക്ചറിങ്ങിന് വേണ്ടി കൊടുക്കാൻ പോകുമ്പോൾ നമ്മൾ ഇതിന്റെ പ്രൊഡക്റ്റിന്റെ ലിങ്കും കൂടെ വെക്കണം. ഏത് പ്രൊഡക്റ്റാണ് മേടിക്കേണ്ടത് ആ ലിങ്കും കൂടെ വെക്കണം. നോക്കുമ്പോൾ നമ്മൾ മാർക്കറ്റിൽ അവൈലബിൾ അല്ലായിരിക്കും ആ സംഭവം. സോ ദെൻ വി ഹാവ് ടു ഗോ ഹെഡ് PCB ചെന്ന് ചേഞ്ചസ് വരുത്തേണ്ടി വരും. സോ അങ്ങനത്തെ കുറെ പ്രശ്നങ്ങൾസ് ഒക്കെ വരും. അപ്പോൾ ഫുട് പ്രിന്റ് അസൈൻ ചെയ്യുമ്പോൾ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള കമ്പോണൻസിന്റെ സൈസ് ഏതാണോ ആ ഒരു ഫുട് പ്രിന്റ് മാത്രമേ നമ്മൾ അസൈൻ ചെയ്ത് കൊടുക്കാൻ പാടുള്ളൂ. ഇപ്പം 1206 എന്ന് പറയുന്ന സൈസ് അവൈലബിൾ അല്ലെങ്കിൽ ഒരിക്കലും അത് അസൈൻ ചെയ്ത് കൊടുക്കാൻ പാടില്ല. ഓക്കെ, നൗ ഇത് സൈസ് അസൈൻ ചെയ്യുമ്പോൾ ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. എസ്പെഷ്യലി ഇൻഡക്ടേഴ്സും ഓസിലേറ്റേഴ്സും ഒക്കെ വരുമ്പോഴത്തേക്ക് ഫെറൈറ്റ് ബീഡ്സ്, ഇതൊക്കെ എന്തോ ഞാൻ പറയാം, ഫെറൈറ്റ് ബീഡ്സ് ഒക്കെ വരും. അപ്പം ഇതൊക്കെ വരുമ്പോഴത്തേക്ക് നമ്മൾ ഫുട് പ്രിന്റ് ലൈക്ക് സൈസ് മാർക്കറ്റിൽ അവൈലബിൾ ആണ് എന്ന് ഉറപ്പിച്ചിട്ടേ നമ്മൾ അത് അസൈൻ ചെയ്യാൻ പാടുള്ളൂ. സോ ഇതിന്റെ അസൈൻമെന്റ് എങ്ങനെയാ, അങ്ങനത്തെ കാര്യങ്ങൾ ഞാൻ നോക്കാം. സോ ആഫ്റ്റർ വി ഹാവ് അസൈൻ ദ ഫുട് പ്രിന്റ്സ് ടു ഈച്ച് കമ്പോണൻസ്, then we can actually go into the steps in PCB editing. PCB editing ആദ്യം ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നമുക്കൊരു എന്തായാലും പറയുന്നത് ഒരു ഔട്ട്ലൈൻ ക്രിയേറ്റ് ചെയ്യണം. സോ ഒരു ഔട്ട്ലൈൻ ഉദ്ദേശിക്കുമ്പോഴത്തേക്ക് നമ്മുടെ PCB ഇപ്പോൾ സ്ക്വയർ ഷേപ്ഡ് PCBs ഉണ്ട്, അതുപോലെ സ്റ്റാൻഡർഡൈസ്ഡ് ചെയ്ത PCBs ഉണ്ട്. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ക്യൂബ്സാറ്റ്സിന്റെ ഡിസൈൻ ആണെങ്കിൽ ഒരു PCB ഫോർമാറ്റ് സ്റ്റാൻഡർഡൈസ് ആണ്. സോ ആ ഒരു എന്തായാലും പറയുന്നത് ആ ഒരു എഡ്ജ് കട്ട് അല്ലെങ്കിൽ ആ ഒരു ലെയർ എന്തായാലും പറയുന്നത് ഒരു ഔട്ട്ലൈൻ നമ്മൾ ഫോം ചെയ്യണം. സോ അത് ഒരു അത് ഫോം ചെയ്യുന്നത് എഡ്ജ് കട്ട് എന്ന് പറയുന്ന ഒരു ലെയറിലാണ്. അതെങ്ങനെ ചെയ്യുന്നത് ഞാൻ പറയാം. സോ അതാണ് നെക്സ്റ്റ് സ്റ്റെപ്പ്. ആഫ്റ്റർ ദാറ്റ്, so you can say outline the boundary, and then okay, outline the boundary. Then after that, the fourth step then we move on to is component placement. So component in the placement,
കമ്പോണന്റ് പ്ലേസ്മെന്റ് ഇത് ആക്ച്വലി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കോൺസെപ്റ്റാണ് ഈ കമ്പോണന്റ് പ്ലേസ്മെന്റ്. ചിലപ്പോൾ ചെറിയ പി സി ബി ഒക്കെ ചെയ്യുമ്പോഴത്തേക്ക് ചിലപ്പോൾ ഇതൊരു വലിയ ഇമ്പോർട്ടൻസ് നമുക്ക് തോന്നത്തില്ലായിരിക്കും. പക്ഷെ ആക്ച്വലി കമ്പോണന്റ് പ്ലേസ്മെന്റ് റിയലി ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പം നമ്പർ ഓഫ് കമ്പോണൻസ് കൂടുന്നതനുസരിച്ച്, ഫോർ എക്സാമ്പിൾ ഇപ്പം നമ്മുടെ ഇപ്പോൾ ഒരു സർക്യൂട്ടിൻ്റെ അകത്ത് ഫോർ എക്സാമ്പിൾ ഒരു 100+ റെസിസ്റ്റേഴ്സ് ഉണ്ട്. അങ്ങനെയൊക്കെ ഒരു വലിയ സർക്യൂട്ട് വരുമ്പോഴത്തേക്ക് കമ്പോണന്റ് പ്ലേസ്മെന്റ് ആക്യുറേറ്റ് ആയിട്ട് ചെയ്യുന്നത് വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഒരു കാര്യമാണ്. അതുപോലെ ചില ഐസീസ് റെക്കമെൻഡ് ചെയ്യും അവരുടെ അടുത്ത് ഇത്രയും ഡിസ്റ്റൻസ് വെച്ചേ അടുത്ത കമ്പോണന്റ് വെക്കാൻ പാടുള്ളൂ, അല്ലെങ്കിൽ അവർക്കൊരു പ്രോപ്പർ ഗ്രൗണ്ടിങ് ഉണ്ടെങ്കിൽ മീൻസ് പ്രോപ്പർ ഗ്രൗണ്ടിങ് കൊടുത്തിട്ടേ വേറെ കമ്പോണന്റിനെ പ്ലേസ് ചെയ്യാൻ പാടുള്ളൂ. ഫോർ എക്സാമ്പിൾ ഇപ്പം ഈ കൺവേർഷൻസ്, ഇപ്പം ഫോർ എക്സാമ്പിൾ ബക്ക് കൺവേർട്ടേഴ്സ്, ബൂസ്റ്റ് കൺവേർട്ടേഴ്സ് ഒക്കെ കേട്ടില്ല, MPPTs, ഇങ്ങനത്തെ കുറെ സംഭവങ്ങളൊക്കെ വരുമ്പോഴത്തേക്ക് ഈ കമ്പോണന്റ് പ്ലേസ്മെന്റ് അവിടെ ഒരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ ആയിട്ട് വരും. അതുപോലെ നമ്മൾ ഇന്നലെ ചെയ്ത സ്കീമാറ്റിക്കിന്റെ അകത്ത് കപ്പാസിറ്റേഴ്സിന്റെ പ്ലേസ്മെന്റ് ആക്ച്വലി ഇമ്പോർട്ടൻ്റ്. അത് ഞാൻ പ്ലേസ് ചെയ്യുമ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് പറയാം എങ്ങനെ അത് പ്ലേസ് ചെയ്യണ്ടേ. കമ്പോണന്റ് പ്ലേസ്മെന്റ് കമ്പോണന്റ് പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ റൂട്ടിംഗ് എന്ന് പറയുമ്പോഴത്തേക്ക് ബേസിക്കലി എന്ത് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഓരോ എസ്റ്റാബ്ലിഷ് ചെയ്യും. സോ അത് എങ്ങനെ എസ്റ്റാബ്ലിഷ് ചെയ്യും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നോക്കാം. സോ ആ എസ്റ്റാബ്ലിഷ് ചെയ്യുന്ന ആ ഒരു സ്റ്റെപ്പിന് ഞാൻ പറഞ്ഞ റൂട്ടിംഗ് എന്ന് പറഞ്ഞത്. അപ്പൊ ഈ ചെയ്യുന്ന മുമ്പ് നമ്മൾ ട്രേസ് എന്താണ് അതൊക്കെ ഞാൻ പറയാം. അതിനൊക്കെ നമ്മൾ എന്താണ് ഈ വിഡ്ത്തും കാര്യങ്ങളൊക്കെ നമ്മൾ സ്പെസിഫൈ ചെയ്യണം. സോ അതൊക്കെ ചെയ്യുമ്പോൾ മനസ്സിലാവുന്നതാണ്. പിന്നെ റൂട്ടിംഗ് കഴിഞ്ഞാൽ പിന്നെ അതിന്റെ 3D വ്യൂ എടുക്കാം. 3D വ്യൂ നമുക്ക് ആവശ്യമുള്ള ഒരു PCB ഫോർമാറ്റ് ആണ് നമുക്ക് കിട്ടിയെന്ന് മനസ്സിലാക്കാൻ വേണ്ടി അതിന്റെ 3D വ്യൂ നമുക്ക് കീകാഡിൽ ജനറേറ്റ് ചെയ്യാം. ഈ 3D വ്യൂ ജനറേറ്റ് ചെയ്യാം. പിന്നെ അത് കൂടാതെ നമുക്ക് ബോം ജനറേറ്റ് ചെയ്യണം. പിന്നെ ഗർബർ ഫയൽ എന്നൊരു സംഭവമുണ്ട്. ഗർബർ ഫയൽ എന്ന് പറയുമ്പോൾ ഈ മാനുഫാക്ചറിങ്ങിന് വേണ്ടി നമ്മൾ കൊടുക്കുമ്പോൾ നമ്മൾ ഈ PCBന്റെ ലേഔട്ട് എടുത്ത് കൊടുക്കത്തില്ല. നമ്മൾ എന്ത് ചെയ്യും, ഇതിന്റെ ഗർബർ ജനറേറ്റ് ചെയ്യും. ഇതിന്റെ ഈ ഗർബർ ഫയൽ ആയിരിക്കും കൊടുക്കുക. അപ്പം എത്ര ലെയർ PCB ഉണ്ടോ അത്രയും ലെയേഴ്സിന് ഓരോ ഗർബർ ഫയൽ വരും. അങ്ങനത്തെ ആ ഗർബർ ഫയൽസ് ആയിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത് മാനുഫാക്ചേഴ്സിന് കൊടുക്കുന്നത്. സോ ഗർബർ ഫയൽ ജനറേറ്റ് ചെയ്യാം. പിന്നെ PNP എന്ന് പറയുന്ന ഒരു ഫയലുണ്ട്. PNP ഫയൽ എന്ന് പറഞ്ഞാൽ പിക്ക് ആൻഡ് പ്ലേസ്. ഇത് ആക്ച്വലി ഒരു എക്സൽ ഷീറ്റ് ആണ്. പിക്ക് ആൻഡ് പ്ലേസ് അതായത് ഓരോ കമ്പോണൻസിന്റെയും ലൊക്കേഷൻ എവിടെയാണ് വിത്ത് റെസ്പെക്ട് ടു സം പർട്ടിക്കുലർ ഒറിജിൻ. ആ ലൊക്കേഷൻ എവിടാ എന്ന് നമ്മൾ എന്തായാലും പറഞ്ഞ ഒരു എക്സൽ ഷീറ്റിന്റെ അകത്ത് നമുക്ക് എക്സ്പോർട്ട് ചെയ്തെടുക്കാൻ പറ്റും. സോ ആ ഒരു PNP ഫയലിൽ നമുക്ക് എന്ത് ചെയ്യാം, മാനുഫാക്ചേഴ്സിന് അയച്ചു കൊടുക്കാം. ഈ പിക്ക് ആൻഡ് പ്ലേസ് ഫയൽ എന്നാണ് പറയുന്നത്. പിക്ക് ആൻഡ് പ്ലേസ് എന്ന് പറയുമ്പോൾ ആക്ച്വലി ഈ PCB മാനുഫാക്ചറേഴ്സ് ഇപ്പം റോബോയിലൊക്കെ ആണെങ്കിൽ ഈ കോൺസെപ്റ്റ് ഇല്ല. കാരണം റോബോയിൽ നമുക്ക് PCB കിട്ടിക്കഴിഞ്ഞിട്ട് നമുക്ക് ഹാൻഡ് സോൾഡർ ചെയ്യാനേ പറ്റും കമ്പോണൻസ്. പക്ഷേ ഇപ്പം അതിലും ഹയർ ലെവലിലുള്ള PCBs ഒക്കെ ആണെങ്കിൽ നമുക്ക് മാനുഫാക്ചേഴ്സിന്റെ കൊടുക്കുമ്പോഴത്തേക്ക് വെൻഡേഴ്സിന്റെ കൊടുക്കുമ്പോഴത്തേക്ക് അവരെന്ത് ചെയ്യും, PCB ഫുൾ ഡിസൈൻ ചെയ്ത് വരും, കമ്പോണൻസിനെ അതായത് ലൊക്കേഷൻസിൽ പ്ലേസ് ചെയ്ത് വരും. ഇതെല്ലാം കമ്പ്യൂട്ടറൈസ്ഡ് വർക്കാണ്. ഇവർ കുത്തിന് ഹാൻഡ് സോൾഡറിങ് ഒന്നും ചെയ്യത്തില്ല. നല്ല സ്പീഡിൽ കമ്പ്യൂട്ടറൈസ്ഡ് ആയിട്ടുള്ള വർക്കാണ്. സോ ആ കമ്പ്യൂട്ടറിന് ഫീഡ് ചെയ്യാനുള്ള ഒരു ഫയലാണ് ഈ PNP ഫയൽ എന്ന് പറഞ്ഞാൽ. സോ ഈ PNP ഫയൽ നമുക്ക് ജനറേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. പിന്നെ സ്റ്റെപ്പ് ഫയൽ എന്ന് പറയുമ്പോഴത്തേക്ക് CAD പർപ്പസിന് വേണ്ടിയൊക്കെ യൂസ് ചെയ്യുന്ന ഒരു ഫയലാണ് സ്റ്റെപ്പ് ഫയൽ. ഈ ഫയൽ നമുക്ക് ഇത്രയും കാര്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ കീകാഡിൽ നമുക്ക് ജനറേറ്റ് ചെയ്തെടുക്കാം. ഇതിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണ്ടത് ബോം വേണം, ബിൽ ഓഫ് മെറ്റീരിയൽസ് വേണം, PNP വേണം. ഏതൊരു കമ്പോണന്റ് നമ്മൾ വെൻഡേഴ്സിന് കൊടുക്കുമ്പോൾ ഈ 3 ഫയലും നിർബന്ധമായിട്ട് കൊടുക്കും. ചില വെൻഡേഴ്സ് അവരുടെ ഒരു അവരുടെ ഒരു ഫോർമാറ്റും കാര്യങ്ങളൊക്കെ തരും. അപ്പൊ നമ്മൾ ഇത് റെഡിയാക്കി വെച്ചാൽ ആ ഫോർമാറ്റിലോട്ട് ഇത് ജസ്റ്റ് ഒന്ന് കോപ്പി പേസ്റ്റ് ചെയ്താൽ ഇത് കിട്ടും. സോ ഈ 3 ഫയൽസും ജനറേറ്റ് ചെയ്തെടുക്കണ്ട. അപ്പം ഇത്രയും കാര്യങ്ങളാണ് അടുത്ത സ്റ്റെപ്പ്. സ്കീമാറ്റിക് ഡിസൈൻ ചെയ്ത് കഴിഞ്ഞാൽ ഫുട് പ്രിന്റ് അസൈൻ ചെയ്തു. പിന്നെ നമ്മൾ ആവശ്യമുള്ള ബൗണ്ടറി ഔട്ട്ലൈൻ എല്ലാം ഡിസൈൻ ചെയ്തു. പിന്നെ കമ്പോണൻസ് അതായത് പൊസിഷൻസിൽ പ്ലേസ് ചെയ്യണം. പിന്നെ റൂട്ടിംഗ് എന്ന് പറയുമ്പോൾ ട്രേസസ് വരയ്ക്കുന്ന സംഭവം. പിന്നെ 3D വ്യൂ ആ ഫയൽസ് നമുക്ക് ജനറേറ്റ് ചെയ്തെടുക്കാം. ഇത്രയും സ്റ്റെപ്സ് ആണ് ഉള്ളത്. പിന്നെ SMD കമ്പോണൻസ്, സർഫസ് മൗണ്ടഡ് കമ്പോണൻസ്. അപ്പം ഇപ്പം ഞാൻ ഒരു സർഫസ് മൗണ്ടഡ് കമ്പോണന്റിന്റെ ഒരു എക്സാമ്പിൾ കാണിച്ചു തരാം. 0603 റെസിസ്റ്റർ. ശരി, ഓക്കെ. ഇത് കണ്ട, ഇതൊരു 0603 റെസിസ്റ്റർ. ഇങ്ങനത്തെ ഇതാണ് ഞാൻ സർഫസ് മൗണ്ട് കമ്പോണൻസ് എന്ന് പറഞ്ഞാൽ. ഇത് വളരെ ചെറിയ കമ്പോണൻസ് ആയിരിക്കും. സോ ഇതിൽ നമ്മൾ ഇപ്പൊ 0603യുടെ സൈസ് ഇത് 0402 എടുക്കുമ്പോൾ ഇതിനെക്കാട്ടി ചെറുതായിരിക്കും. 1206 ഇതിനെക്കാട്ടി വലുതായിരിക്കും. സോ ഇങ്ങനെ കമ്പോണൻസ്. അപ്പൊ ഇതൊക്കെ ചിലപ്പോൾ നമുക്ക് ഹാൻഡ് സോൾഡറിങ് ചെയ്യാൻ നല്ല ചെയ്യാൻ പറ്റത്തില്ലെന്നല്ല. ഇപ്പൊ ഈ പുള്ളിയുടെ കയ്യിൽ ഇരിക്കുന്ന ഉണ്ടോ, ഇത്രയും ചെറിയ കമ്പോണൻസ് ആയിരിക്കും ഈ റെസിസ്റ്ററും കപ്പാസിറ്ററും ഒക്കെ വരുമ്പോഴത്തേക്ക്.
ഈ ഊതിയ പറക്കുന്ന പോലത്തെ കമ്പോണൻസ് എന്ന് പറയാൻ പറ്റും. സോ അത്രയും ചെറിയ കമ്പോണൻസ്. അപ്പൊ ഇതൊക്കെ കൂടുതലും നമ്മൾ പിക്ക് ആൻഡ് പ്ലേസിന് കൊടുക്കുക, കമ്പ്യൂട്ടർ തന്നെ എല്ലാം ചെയ്ത് കിട്ടും. ഹാൻഡ് സോൾഡർ ചെയ്യാനൊന്നും ആരും പോകത്തില്ല. ഓക്കെ, സോ ഇങ്ങനത്തെ കാര്യങ്ങളാണ്. ഓക്കെ, സോ ഇനി ആദ്യം ബിഫോർ PCB ഡിസൈനിലോട്ട് പോകുന്ന മുമ്പ് കുറച്ച് കാര്യങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് മനസ്സിലാക്കും. സൈലൻസ് പെയിന്റ് യൂസ് ചെയ്യാം. അപ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞു ഫുട് പ്രിന്റ് എന്തുവാന്ന് പറഞ്ഞു. ഫുട് പ്രിന്റ് അസൈൻ ചെയ്ത് കൊടുത്തു, അത് കമ്പോണൻസ് പ്ലേസ് ചെയ്ത് കഴിഞ്ഞു. ഇനി ഒരു കമ്പോണന്റിന് വേറെ കമ്പോണന്റ് ആയിട്ട് കണക്ട് ചെയ്യാം. അപ്പോൾ ഈ കണക്ഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യും? ട്രേസസ് ഡ്രോ ചെയ്യും. അപ്പോൾ ലെറ്റ്സ് സേ ഇത് PCBന്റെ 2 ലെയേഴ്സ് ആണെന്ന് വെച്ചോ. അപ്പോൾ ഇതിന്റെ ഇടയ്ക്ക് ഇത്രയും റീജിയന് ഡയലക്ട്രിക് ആയിരിക്കും. ഇത് 2 ലെയർ PCB. ഇപ്പോൾ ഇവിടെ 2 ലെയർ PCB, ഇവിടെ ഡയലക്ട്രിക് ഉണ്ട്. ഓക്കെ, ലെറ്റ്സ് സേ ഇവിടെ ഒരു കമ്പോണന്റ് ഇരിക്കുന്നു, ഇവിടെ വേറെ ഒരു കമ്പോണന്റ് ഇരിക്കുന്നു. ഇനി ഞാൻ ഈ കമ്പോണന്റിനെ ഈ കമ്പോണന്റ് ആയിട്ട് കണക്ട് ചെയ്യണം. സോ വാട്ട് ഐ വിൽ ബി ഡൂയിങ് ഈസ് ഐ വിൽ ബി ഡ്രോയിങ് എ ട്രേസ്. ഒരു ട്രേസ് വരയ്ക്കും. സോ ട്രേസ് എന്ന് പറഞ്ഞാൽ വളരെ തിൻ കണക്ഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ വേണ്ടി നമ്മൾ ട്രേസ് വരയ്ക്കും. സോ ഈ ട്രേസസിന്റെ വിഡ്ത്ത് ഒക്കെ ആക്ച്വലി ഒരു ഡിറ്റർമൈനിങ് ഫാക്ടറാണ്. കാരണം ഇപ്പം ഈ കമ്പൗണ്ടിന് ഈ കമ്പൗണ്ടിലോട്ട് ഫ്ലോ ചെയ്യുന്ന കറണ്ട് നല്ല കൂടുതലാണെങ്കിൽ നമ്മുടെ ട്രേസ് കുറച്ചുകൂടെ വിഡ്ത്ത് കൂടുതലായിരിക്കണം. കറണ്ട് കുറവാണെങ്കിൽ നമുക്ക് ട്രേസ് മാക്സിമം സ്മോൾ ആക്കി വെച്ചാൽ അത്രയും സ്പേസ് നമുക്ക് കിട്ടും. പക്ഷെ നല്ല കറണ്ട് ഫ്ലോ ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം? ട്രേസസിന്റെ വിഡ്ത്ത് ഒക്കെ കൂട്ടേണ്ടി വരും. അതുപോലെ ഇംപെഡൻസ് മാച്ച് ചെയ്യണം. ഇംപെഡൻസ് മാച്ച് ചെയ്യുന്ന കോൺസെപ്റ്റ് ഒക്കെ ആക്ച്വലി കമ്മ്യൂണിക്കേഷൻ്റെ അകത്ത് വരുന്നതാണ്. ഈ നോയ്സ് കാര്യങ്ങളൊന്നും അഫക്റ്റ് ആവാതിരിക്കാൻ വേണ്ടി നമ്മൾ ഇംപെഡൻസ് മാച്ചിങ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ഉണ്ട്. ഈ ഡിഫറൻഷ്യൽ പെയർ എന്നൊരു സംഭവം ഉണ്ട്. കൂടുതൽ അങ്ങോട്ട് പോകുന്നില്ല. ഈ CAN പ്രോട്ടോകോൾ ഒക്കെ കേട്ടിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അകത്ത് ഡിഫറൻഷ്യൽ പെയർ കോൺസെപ്റ്റ് ഒക്കെ ഉണ്ട്. സോ ആ ഒരു കോൺസെപ്റ്റിലോട്ട് വരുമ്പോഴത്തേക്ക് എന്താണ് ഇംപെഡൻസ് മാച്ച് ചെയ്യണം. അങ്ങനത്തെ കേസസ് വരുമ്പോഴത്തേക്ക് ഒരു സ്പെസിഫൈഡ് ട്രേസ് വിഡ്ത്ത് നമുക്ക് കിട്ടും. ഒരു സ്പെസിഫൈഡ് ട്രേസ് വിഡ്ത്ത്, ആ ഒരു ട്രേസ് വിഡ്ത്ത് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യണം എന്ന് അവർ പറയും. സോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇപ്പോൾ ട്രേസ് വിഡ്ത്ത് ആക്ച്വലി നല്ലൊരു ഇമ്പോർട്ടൻറ്റ് കോൺസെപ്റ്റാണ്. ഇനി ട്രേസ് വരയ്ക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഒരിക്കലും നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല? ഒരു 90 ഡിഗ്രി ആംഗിൾ ഫോം ചെയ്യാൻ പാടില്ല. ഞാൻ ഇവിടുന്ന് ഫോർ എക്സാമ്പിൾ ലെറ്റ്സ് സേ ഇവിടെ ഒരു കമ്പോണന്റ് ഇരിക്കുന്നു വെച്ചോ, ഇവിടെ വേറെ ഒരു കമ്പോണന്റ് ഇരിക്കുമെന്ന് വെച്ചോ, ആൻഡ് ഐ കണക്ട് എ ട്രേസ് ലൈക്ക് ദിസ് ഇസ് റോങ്. ഇങ്ങനെ ഒരിക്കലും ഒരു ട്രേസ് കണക്ട് ചെയ്യാൻ പാടില്ല. ഇങ്ങനെ ട്രേസ് കണക്ട് ചെയ്യുമ്പോഴത്തേക്ക് കണക്ട് ചെയ്യാൻ പാടില്ലാത്തതിന് കുറച്ച് റീസൺസ് ഉണ്ട്. ഫസ്റ്റ് ഒരു റീസൺ എന്ന് പറയുമ്പോഴത്തേക്ക് ഈ ഒരു 90 ഡിഗ്രി ഫോർമേഷൻ ഉണ്ടോ, ഇതൊരു നല്ലൊരു ഷാർപ്പ് എഡ്ജാണ്. അപ്പൊ ഇത് മാനുഫാക്ചറിങ് കേസ് ഒക്കെ വരുമ്പോഴത്തേക്ക് ചിലപ്പോൾ ഈ പാർട്ട് കട്ടായി പോകാനുള്ള ഒരു പോസിബിലിറ്റി ഉണ്ട്. അതൊരു റീസൺ ആയിട്ട് പറയാം. പിന്നെ ഹയർ ഇത് വരുമ്പോഴത്തേക്ക് ഇലക്ട്രോമാഗ്നറ്റിക് പ്രോബ്ലംസും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കയറി വരും. സോ ഇങ്ങനെ ഒരിക്കലും ട്രേസ് വരയ്ക്കാൻ പറ്റില്ല. ട്രേസ് എപ്പോഴും നമ്മൾ വരയ്ക്കുമ്പോൾ ട്രേസ് വരയ്ക്കുന്ന സമയത്ത് എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യേണ്ട ഒരു 45 ഡിഗ്രി മീൻസ് ഒരിക്കലും ഷാർപ്പ് എഡ്ജസ് പാടില്ല. 45 ഡിഗ്രി വരയ്ക്കാം, അല്ലെങ്കിൽ അത് കൂടുതലായാലും കുഴപ്പമില്ല. ഷാർപ്പായിട്ടുള്ള എഡ്ജ് വരാൻ പാടില്ല എന്നൊരു ഇത് നിർബന്ധം. ഓക്കെ, അങ്ങനെ. അപ്പം കീകാഡിൻ്റെ അകത്തൊക്കെ ആണെങ്കിൽ നമ്മൾ ട്രേസ് വരച്ചു തുടങ്ങുമ്പോൾ അത് ഓട്ടോമാറ്റിക്കലി അങ്ങനെ തന്നെ അങ്ങ് ആയി വരും. പക്ഷെ നമ്മൾ എഡിറ്റ് ചെയ്ത് 90 ഡിഗ്രി ലുക്കിന് വേണ്ടി ഞാൻ ആദ്യമായിട്ടൊരു PCB ചെയ്തപ്പോൾ ഞാൻ ആദ്യം ലുക്കിന് വേണ്ടി 90 ഡിഗ്രിയിൽ വരച്ചു വെച്ചു. അത് ആക്ച്വലി മണ്ടത്തിലാണ്. അങ്ങനെ ഒന്നും ഒരിക്കലും വരയ്ക്കാൻ പാടില്ല. സോ ഇതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ട്രേസ് വരയ്ക്കുന്ന സമയത്ത്. ഓക്കെ, സോ ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആണല്ലോ. ട്രേസസ് എന്തുവാണ്, ഫുട് പ്രിന്റ്സ് എന്തുവാണ്. ട്രേസ് വരയ്ക്കുമ്പോൾ ഇനീഷ്യലി നമ്മൾ ഫോളോ ചെയ്യേണ്ട ഒരു റൂളാണ് ഈ 90 ഡിഗ്രി തെറ്റാണ്. 90 ഡിഗ്രി വെച്ച് ഒരിക്കലും ട്രേസ് വരയ്ക്കാൻ പാടില്ല. ഓക്കെ, നൗ അടുത്ത കാര്യം. ഓക്കെ, നൗ ലെറ്റ് us say ഇവിടെ ലെറ്റ്സ് സേ ഇവിടെ ഒരു കമ്പൗണ്ട് ഇരിക്കുന്നു എന്ന് വെച്ചോ. ഇവിടെ ഒരു കമ്പൗണ്ട് ഇരിക്കുന്നു, ഇവിടെ വേറെ ഒരു കമ്പോണന്റ് ഇരിക്കുന്നു, ഇവിടെ വേറെ ഒരു കമ്പോണന്റ് ഇരിക്കുന്നു. ലെറ്റ്സ് സേ ഞാൻ ഈ കമ്പോണന്റിന് ഈ കമ്പോണന്റിലോട്ട് കണക്ട് ചെയ്യാം. ആൻഡ് ഓക്കെ, ലെറ്റ്സ് സേ ഇവിടെ ഒരു കമ്പോണന്റ് ഇരിക്കുന്നു, ഇവിടെ ഒരു കമ്പോണന്റ് ഇരിക്കുന്നു, ഇവിടെ ഒരു കമ്പോണന്റ് ഇരിക്കുന്നു, ഇവിടെ ഒരു കമ്പോണന്റ്. ലെറ്റ്സ് സേ ഇത് 4 കമ്പോണൻസ് ഞാൻ ഇങ്ങനെയാണ് പ്ലേസ് ചെയ്തത്. അപ്പം ഞാൻ 4 കമ്പോണൻസിനും എനിക്ക് ഈ 1, 2 തമ്മിലൊരു കണക്ഷൻ കൊടുക്കണം, 3ഉം 4ഉം തമ്മിലൊരു കണക്ഷൻ കൊടുക്കണം. സോ ഞാൻ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചാൽ ആദ്യം ഞാൻ ഒരു ട്രേസ് വരച്ചാൽ ഇങ്ങനെ ഒരു ട്രേസ് വരയ്ക്കും, ഇങ്ങനെ ഒരു ട്രേസ് വരയ്ക്കും. ഇനി ഞാൻ
അടുത്ത് എന്ത് ചെയ്യാൻ പറഞ്ഞാൽ 3ഉം 4ഉം തമ്മിൽ എനിക്ക് കണക്ട് ചെയ്യണം. അപ്പൊ 3ഉം 4ഉം തമ്മിൽ കണക്ട് ചെയ്യുമ്പോഴത്തേക്ക് ഇവിടെ വരുമ്പോഴത്തേക്ക് ട്രേസ് ഇനിയും വരയ്ക്കാൻ പറ്റത്തില്ല. ഇനി ഞാൻ ട്രേസ് എക്സ്റ്റെൻഡ് ചെയ്ത് എന്ത് പറ്റും, ഈ 4 കമ്പോണൻസും തമ്മിൽ ഒരു കണക്ഷൻ ഉണ്ടാവും അല്ലെ. ഇത് ഇവിടെ ഇങ്ങോട്ട് ഞാൻ എക്സ്റ്റെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ 4 കമ്പോണൻസും തമ്മിൽ ഒരു കണക്ഷൻ ഉണ്ടാവും. ഇങ്ങനെ ഒരിക്കലും എനിക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, വരയ്ക്കാൻ പറ്റത്തില്ല. ഇതാകുമ്പോൾ ഈ ട്രേസും തമ്മിൽ കണക്റ്റഡ് ആയി മാറും. അപ്പം ഈ 1, 2, 3, 4 4ഉം കണക്റ്റഡ് ആയി. സോ അങ്ങനെ ഒരു അങ്ങനെ വരാൻ പാടില്ല, അങ്ങനെ വരാൻ പാടില്ലല്ലോ. സോ 1ഉം 2ഉം കണക്ട് ആവണം, 3ഉം 4ഉം കണക്ട് ആവണം, അപ്പുറത്തും ഇപ്പുറത്തോട്ട് കണക്ട് ആവാൻ പാടില്ല. സോ ഇവിടെ ഞാൻ ട്രേസ് വരച്ചു തുടങ്ങി, ഇവിടെ വരുമ്പോഴത്തേക്ക് ട്രേസ് സ്റ്റോപ്പ് ആണ്. പിന്നെ എനിക്ക് അപ്പുറത്തോട്ട് എങ്ങനെ ജമ്പ് ചെയ്യാൻ പറ്റും? സോ ഈ പൊസിഷനിലോട്ട് എനിക്ക് ജമ്പ് ചെയ്ത് പോകണം. സോ ആ ഒരു ജമ്പിങ് എങ്ങനെ ചെയ്യാൻ പറ്റും എന്ന് നോക്കാം. സോ ഈ ഒരു പർപ്പസിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചാൽ, ഇവിടെ ഒരു വയ എന്ന് പറയുന്ന സംഭവം ഉണ്ട്. സോ ഇവിടെ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചാൽ, ഒരു വയ എന്ന് പറയുന്ന സംഭവം നമ്മൾ ഇവിടെ പ്ലേസ് ചെയ്യും. അപ്പോൾ ഇവിടെ വയ എന്ന് പറയുന്ന ഒരു സംഭവം നമ്മൾ പ്ലേസ് ചെയ്യും. എന്നിട്ട് ഈ വയ എന്ന് പറയുന്ന ഒരു ത്രൂ ഹോളാണ്. സോ വയയുടെ കോൺസെപ്റ്റ് എന്താണെന്ന് ഞാൻ പറയാം. ഇപ്പം ഇതാണ് ഫോർ എക്സാമ്പിൾ, ഇതാണ് നമ്മുടെ രണ്ട് PCBന്റെ 2 ലെയേഴ്സ് എന്ന് വെച്ചോ. അപ്പം ഇവിടെ നിന്ന് ഒരു ട്രേസ് വരുന്നു, ഇവിടെ നിന്ന് ഒരു ട്രേസ് വരുന്നു. ഇവിടെ ട്രേസിന് ഇനി ഇവിടെ നിന്ന് വേറൊരു ട്രേസ് ഇതുപോലെ തന്നെ ഇവിടെ നിന്ന് വരുന്നു, ഇവിടെ നിന്ന് മേളിൽ നിന്ന് വരുന്നു എന്ന് വെച്ചോ. എനിക്ക് ഈ ട്രേസിനെ അപ്പുറത്തോട്ട് ചാടിക്കണം. അപ്പൊ ഞാൻ എന്ത് പറഞ്ഞത്, ഇവിടെ ഒരു വയ ഇടും. അപ്പൊ വയ ഇടുമ്പോൾ എന്ത് സംഭവം എന്ന് പറഞ്ഞാൽ, വയ എന്ന കോൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ ബേസിക്കലി ഒരു ത്രൂ ഹോൾ കോൺസെപ്റ്റ് ആണ്. ത്രൂ ഹോൾ എന്ന് പറയുമ്പോൾ നമ്മളൊരു വയ ഇടുമ്പോൾ, ഞാൻ ഇവിടെ ഒരു വയ ഇട്ടു. ഇവിടെ വയ ഇട്ട് കഴിഞ്ഞാൽ ഇവിടെ ഇങ്ങനെ ഒരു ത്രൂ ഹോൾ ഫോം ചെയ്യും. ഓക്കെ, ഈ ത്രൂ ഹോൾ ഫോം ചെയ്യും. എന്നിട്ട് എന്ത് സംഭവം എന്ന് പറഞ്ഞാൽ, കറക്റ്റ് ഇവിടുന്ന് ടോപ്പ് ലെയറും ബോട്ടം ലെയറിൻ്റെ ഇടയ്ക്ക് ഒരു കണക്ഷൻ ഉണ്ടാവും. എന്നിട്ട് ഞാൻ എന്ത് ചെയ്യും, റിമൈനിങ് ട്രേസ് ഞാൻ ഇവിടെ നിന്ന് വരയ്ക്കും. റിമൈനിങ് ട്രേസ് ഇവിടെ നിന്ന് വരയ്ക്കും. എന്നിട്ട് ഞാൻ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചാൽ, വീണ്ടും ഒരു വയ ഇടും. ഇവിടെ വീണ്ടും ഒരു വയ ഇടും. ഇവിടെ വീണ്ടും ഒരു വയ ഇടും. ഇത് വീണ്ടും എന്ത് ചെയ്യും, ഇവിടെ ഇങ്ങനെ ഒരു ത്രൂ ഹോൾ ഫോം ചെയ്യും. ഇത് ഇതിലോട്ട് കണക്ട് ആവും. എന്നിട്ട് ഇവിടെ എന്ത് ചെയ്യും, ബാക്കി കണക്ഷൻ എനിക്ക് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ പറ്റും. സോ ഇവിടെ ഞാൻ എന്ത് യൂസ് ചെയ്തത്, ഈ കണക്ഷൻ, ഈ റെഡ് ട്രേസ് ഈ ബ്രൗൺ ട്രേസും തമ്മിൽ കണക്ട് ആവാതിരിക്കാൻ വേണ്ടി ഞാൻ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചാൽ, ഇവിടെ നിന്ന് ജമ്പ് ചെയ്ത് പോകാൻ വേണ്ടി ഞാൻ എന്ത് ചെയ്യും, ഇത് ഈ ഒരു വയ യൂസ് ചെയ്യും. വയ യൂസ് ചെയ്യുമ്പോൾ ഇവിടെ ഒരു ത്രൂ ഹോൾ ഫോം ചെയ്യും. അപ്പം ടോപ്പ് ലെയറിന് ബോട്ടം ലെയറിലോട്ട് കണക്ഷൻ ഫോം ചെയ്യും. എന്നിട്ട് ഞാൻ ബാക്കിയുള്ള ട്രേസ് ബോട്ടം ലെയറിലായിരിക്കും വരയ്ക്കുന്നത്. So this is my top layer of the PCB, this is my bottom layer of the PCB. So top layerine bottom ലെയറിലോട്ടാണ് വരയ്ക്കുന്നത്. എന്നിട്ട് ഇവിടെ വീണ്ടും ഒരു വയ വെച്ചിട്ട് മേളിലോട്ട് ഒരു കണക്ഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യും. സോ ഇവിടത്തെ കേസ് ഞാൻ പറയുവാണെങ്കിൽ, എന്നിട്ട് എന്ത് ചെയ്യും, ഇവിടെ അപ്പൊ ബോട്ടം ലെയറിലോട്ട് കണക്ഷൻ പോകും. എന്നിട്ട് ഇവിടെ നിന്ന് ഞാൻ ഇങ്ങോട്ടൊരു വീണ്ടും ഒരു വയ വെക്കും. വയ വെച്ചിട്ട് ഞാൻ ഈ ട്രേസിനെ ഇങ്ങോട്ട് കണ്ടിന്യൂ ചെയ്യും. സോ ഈ ഒരു കോൺസെപ്റ്റ് യൂസ് ചെയ്താണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ട്രേസസിനെ ജമ്പ് ചെയ്യിപ്പിക്കാൻ പറ്റുന്നത്. അപ്പം ഇവിടെ വരുമ്പോഴത്തേക്ക് എന്താണ്, 1ഉം 2ഉം തമ്മിലൊരു കണക്ഷനായി, 3ഉം 4ഉം തമ്മിലൊരു കണക്ഷനായി. അതർ ദാൻ ദാറ്റ് ദർ ആർ നോ അതർ കണക്ഷൻസ് എസ്റ്റാബ്ലിഷ്ഡ്. സോ ഈ ഒരു കാര്യം കോൺസെപ്റ്റ് ഇമ്പോർട്ടൻ്റ് വയ വരയ്ക്കുന്ന കാര്യം. അപ്പോൾ വയ ഇനീഷ്യൽ ഫേസിലൊക്കെ വരുമ്പോഴത്തേക്ക് വയയുടെ ഡയമീറ്റർ ഒന്നും ശരിക്കും പറഞ്ഞ ഒരു ഇഷ്യൂ ആവത്തില്ല. പക്ഷെ പിന്നെ അങ്ങോട്ട് ഇപ്പം RF ഡിസൈനിങ് ഒക്കെ വരുമ്പോഴത്തേക്ക് വയയുടെ ഡയമീറ്റർ വരെ ഒരു ഇഷ്യൂ ആവാം. സോ അവിടെ വരുമ്പോഴത്തേക്ക് നമ്മൾ ആ ഡയമീറ്റർ വരെ കാൽക്കുലേറ്റ് ചെയ്താണ് വെക്കുന്നത്. പക്ഷെ ഇപ്പം ഇനീഷ്യൽ കേസിൽ അതൊന്നും ഒരു പ്രശ്നമല്ല. ഓക്കെ, സോ ആ ഒരു കാര്യം. സോ ഇവിടെ ഇനി അടുത്ത പറഞ്ഞ 2 പോയിന്റ് എന്ന് പറയുമ്പോൾ, ട്രേസസ് എന്തുവാന്ന് പറഞ്ഞു, ട്രേസസ് വരയ്ക്കുന്ന, പിന്നെ വയേഴ്സ്. സോ ഈ 2 കാര്യങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് മനസ്സിലാക്കണം. ട്രേസസ് എന്തുവാന്ന്, വയേഴ്സ് എന്തുവാന്ന്, ഈ 2 കാര്യം. ഇനി അടുത്തൊരു സംഭവം കൂടെ ഉണ്ട്, സോൺ എന്ന് പറയുന്ന സാധനം. സോൺ എന്ന് പറയുന്ന കോൺസെപ്റ്റ് പറഞ്ഞാൽ, ഇനീഷ്യലി നമ്മൾ എന്ത് ചെയ്യുക വെച്ചാൽ, എല്ലാ PCB നമ്മൾ ചെയ്ത് തുടങ്ങുമ്പോൾ നമ്മൾ ഇപ്പം നമുക്ക് PCB എഡിറ്റർ കയറുമ്പോഴത്തേക്ക് ഇങ്ങനെ ഒരു കിട്ടും. ഇങ്ങനെ ഒരു ഞാൻ ഒരു ഔട്ട്ലൈൻ ഫോം ചെയ്തു. ഇതാണ് ഞാൻ ഫോം ചെയ്ത ഔട്ട്ലൈൻ വെച്ചു. ഞാൻ എന്ത് ചെയ്യുമെന്ന് പറഞ്ഞാൽ, ഇതിന്റെ ചുറ്റും ഞാൻ എന്ത് ചെയ്യും, ഒരു സോൺ വരയ്ക്കും. എന്നിട്ട് ഈ സോൺ വെച്ച് ഞാൻ എന്ത് ചെയ്യാന്ന് ചോദിച്ചാൽ, ഈ കംപ്ലീറ്റ് ഔട്ട്ലൈനിനെ ഞാൻ എന്ത് ചെയ്യും, ഗ്രൗണ്ട് കൊണ്ട് ഫില്ല് ചെയ്യും. സോ ഇനീഷ്യലി ആ PCBന്റെ എല്ലാ ലെയേഴ്സും നമ്മൾ എന്ത് ചെയ്യും, ഗ്രൗണ്ട് ആയിട്ട് സെറ്റ് ചെയ്യും. ആ ഒരു കാര്യം. സോ ആ ഒരു കോൺസെപ്റ്റിനെ എന്താ പറയുക, സോൺ ഫില്ല് ചെയ്യാം. സോ ഇത് ആക്ച്വലി നമ്മൾ ഇനീഷ്യൽ സ്റ്റെപ്പായിട്ട് ചെയ്യുന്ന ഒരു കാര്യമാണ് ഈ സോൺ ഫില്ല് ചെയ്യും. സോ സോൺ ഫില്ലിങ് ചെയ്യും. ഇപ്പം നമ്മൾ PCBയുടെ ഔട്ട്ലൈൻ വരച്ചു കഴിഞ്ഞാൽ അതിന്റെ അടുത്ത സ്റ്റെപ്പായിട്ട് ചെയ്യുന്ന കാര്യമാണ് ഈ സോൺ ഫില്ല് ചെയ്യുക എന്ന് പറയും. സോൺ ഫില്ല് ചെയ്ത്
എന്താ പറയുന്നത് സോൺ ഫില്ല് ചെയ്ത് കഴിഞ്ഞിട്ടേ നമ്മൾ ഫർദർ എന്താണ് ഡിസൈനിങ് ഫർദർ അതിലോട്ട് പോകത്തുള്ളൂ. സോ ഫസ്റ്റ് സ്റ്റെപ്പ് ആഫ്റ്റർ ഡ്രോയിങ് ദ ഔട്ട്ലൈൻ ഈസ് ടു ഫിൽ ദ കംപ്ലീറ്റ് ഔട്ട്ലൈൻ വിത്ത് എ സോൺ. സോ ആ ഒരു കാര്യം കൂടെ ഇത്രയും ആണ് ബേസിക് തിയററ്റിക്കലി പറയാനാണെങ്കിൽ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് കുറച്ച് ശ്രദ്ധിക്കാനുള്ള കുറച്ച് കാര്യങ്ങൾ. ഒരു ഐ ഹോപ്പ് ഇത്രയും പറഞ്ഞതിന്റെ ഡൗട്ട്സ് ഒന്നുമില്ല, കാരണം ഇത്രയും കാര്യങ്ങൾ മനസ്സിലായാലും നമുക്ക് ഇനി എഡിറ്റിങ്ങിലോട്ട് പോകാൻ പറ്റും. ഓക്കെ, ഡൗട്ട്സ് ഒന്നും ഇല്ലല്ലോ അല്ലേ? ഓക്കെ, സോ ഇന്നലെ നമ്മൾ ഡിസൈൻ ചെയ്തുകൊണ്ടിരുന്നതാണ്. ഞാൻ ഇത് കുറച്ചും കൂടെ മീൻസ് ആഡ് ചെയ്തു. ഞാൻ ആഡ് ചെയ്ത സംഭവം എന്ന് പറഞ്ഞാൽ ഒരു SWD പ്രോഗ്രാം. ഇതെന്ന് പറയുമ്പോൾ നമുക്ക് ഈ ചിപ്പിനെ പ്രോഗ്രാം ചെയ്യണമെങ്കിൽ നമുക്ക് റെലവെന്റ് ആയിട്ടുള്ള ഒരു SWD പ്രോഗ്രാമറിന് വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു, ഇത് ജസ്റ്റ് വെറുതെ ഹെഡേഴ്സ് മാത്രമാണ്. ഇതിനെ നമ്മൾ എന്ത് ചെയ്യും, ഇതിന്റെ പ്രോഗ്രാം ചെയ്യാൻ വേണ്ടി SWD പിൻസിലോട്ട് കണക്ട് ചെയ്യും. സോ SWDIO എന്ന് പറയുന്ന ഒരു പിന്നുണ്ട്, SWCLK എന്ന് പറയുന്ന ഒരു പിന്നുണ്ട്, പിന്നെ റീസെറ്റ് പിൻ. ഇതല്ലാതെ JTAG പ്രോഗ്രാമിംഗ് അങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ട്. ഇപ്പം നമ്മൾ യൂസ് ചെയ്യുന്ന SWD പ്രോഗ്രാം. പിന്നെ ഡീബഗ് കണക്ടർ. ഇതെന്ന് പറയുമ്പോൾ ബേസിക്കലി ഒരു UART കോൺസെപ്റ്റിൽ UART ആണ് ഇവിടെ കമ്മ്യൂണിക്കേഷൻ യൂസ് ചെയ്യുന്നത്. സോ ബേസിക്കലി നമ്മൾ ആദ്യം ഒരു ഡിസൈൻ കഴിഞ്ഞ് ഫോർ എക്സാമ്പിൾ ബോർഡ് കൈ കെട്ടി കഴിഞ്ഞാൽ ആദ്യം ഒരു ഹലോ വേൾഡ് എന്തെങ്കിലും പ്രിന്റ് ചെയ്ത് കാണിക്കണമെങ്കിൽ ഇപ്പൊ അർഡിനോയിന്റെ അകത്ത് നമ്മൾ എന്ത് ചെയ്യും ചോദിച്ചാൽ ആ സീരിയൽ മോണിറ്ററിന്റെ അകത്ത് പ്രിന്റ് ചെയ്ത് വരുമല്ലോ. ബേസിക്കലി സീരിയൽ മോണിറ്ററിന്റെ അകത്ത് പ്രിന്റ് ചെയ്ത് വരുന്ന ആ കോൺസെപ്റ്റ് എന്ന് പറയുമ്പോൾ അർഡിനോ വഴി UART കമ്മ്യൂണിക്കേഷൻ ആണ് അവിടെ എസ്റ്റാബ്ലിഷ് ആവുന്നത്. സോ അതുപോലെ തന്നെ ഇതൊരു UART കമ്മ്യൂണിക്കേഷൻ എസ്റ്റാബ്ലിഷ് ചെയ്ത് നമുക്കിപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു ഇനീഷ്യലി ഒരു ബോർഡ് വർക്കിംഗ് ആണല്ലോ എന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഫോർ എക്സാമ്പിൾ ഒരു ഹലോ വേൾഡ് എന്തെങ്കിലും പ്രിന്റ് ചെയ്യണം, മോണിറ്ററിൽ പ്രിന്റ് ചെയ്യണമെങ്കിൽ അതിനുവേണ്ടി ജസ്റ്റ് ഒരു ഡീബഗ് UART വെച്ചു. പിന്നെ ഇതെന്ന് പറയുമ്പോൾ ഞാൻ ഇന്നലെ ഡീകപ്ലിംഗ് കപ്പാസിറ്റേഴ്സിന്റെ കാര്യം പറഞ്ഞു. അപ്പൊ ഡീകപ്ലിംഗ് കപ്പാസിറ്റേഴ്സിന്റെ കാര്യം പറഞ്ഞ പോലെ തന്നെ ഇവിടെ വരുന്ന ഒരു ഇതെന്ന് പറയുമ്പോൾ എന്താ പറയുന്നത് ഫിൽറ്ററിംഗ് പർപ്പസിന് വേണ്ടി യൂസ് ചെയ്യുന്നത്. സോ ഇവിടെ യൂസ് ചെയ്തേക്കുന്നത് ഒരു ഫെറൈറ്റ് ബീഡാണ്. ഒരു ഫെറൈറ്റ് ബീഡ് എന്ന് പറയുമ്പോൾ ബേസിക്കലി ഒന്നുമില്ല, ഒരു അസ്യൂം ഇറ്റ് ആസ് എൻ ഇൻഡക്ടർ ഉണ്ട്. ഇൻഡക്ടർ പിന്നെ കുറച്ച് കപ്പാസിറ്റേഴ്സ് ഉണ്ട്, ഒരു ഇൻഡക്ടർ കപ്പാസിറ്റർ കോമ്പിനേഷൻ. പക്ഷെ മെയിൻലി അതൊരു ഇൻഡക്ടർ ആയിട്ട് തന്നെ നമുക്ക് പറയാൻ പറ്റും. സോ ഇതെന്തോ ചെയ്യുന്നതെന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് യൂസ് ടു എന്താ പറയുന്നത് പ്രൊവൈഡ് എ ഹൈ റെസിസ്റ്റൻസ് അറ്റ് ഹൈ ഫ്രീക്വൻസീസ്. ഇവിടെ 600 ഇവിടെ എഴുതിയേക്കുന്ന കണ്ടോ, 600 ഞാൻ റൊട്ടേറ്റ് ചെയ്ത് കാണിച്ചു തരാം. ഇവിടെ എഴുതിയേക്കുന്നത് 600 at 100 MHz. 600 at 100 MHz എന്ന് പറയുമ്പോൾ ഇത്ര ഒരു ഹൈ റെസിസ്റ്റൻസ് വിൽ ബി പ്രൊവൈഡഡ് അറ്റ് 100 MHz. അങ്ങനെ ഒരു ഇതാണ്. അപ്പം എന്ത് ചെയ്യുന്നത്, ഹൈ ഫ്രീക്വൻസീസ് വരുമ്പോഴത്തേക്ക് അതിനെ അവോയ്ഡ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു എന്താ പറയുന്നത് ഒരു ഡിവൈസ് എന്ന് പറയാം, ഫെറൈറ്റ് ബീഡ്സ്. ഇത് കോമൺലി നമ്മൾ എല്ലാ ദിവസവും യൂസ് ചെയ്യുന്ന ലാപ്ടോപ്പിന്റെ ചാർജർ ഉണ്ട്. ലാപ്ടോപ്പിന്റെ ചാർജറിന്റെ അകത്ത് ഒരു സിലിണ്ടറിക്കൽ പോലത്തെ ഒരു സംഭവം, അത് ബേസിക്കലി ഒരു ഫെറൈറ്റ് ബീഡാണ്. സോ ഹൈ ഫ്രീക്വൻസീസിനെ ഒക്കെ അവോയ്ഡ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് ഈ ഫെറൈറ്റ് ബീഡ്. സോ ഇത് അതിന്റെ കണക്ഷൻ ജസ്റ്റ് കണക്റ്റഡ് ടു VDDA പിന്ന്, അതുപോലെ VRF പിന്നിലോട്ടും കണക്ട് ചെയ്തിട്ടുണ്ട്. ബേസിക് ഫിൽട്രേഷൻ പർപ്പസിന് വേണ്ടിയാണ് ഇത് യൂസ് ചെയ്യുന്നത്. സോ ഇത്രയും കാര്യങ്ങൾ മാത്രം ഞാൻ എക്സ്ട്രാ ആയിട്ട് ആഡ് ചെയ്തുള്ളൂ. പിന്നെ ഞാൻ ചെയ്തത് ഈ അൺയൂസ്ഡ് ആയിട്ടുള്ള പിൻസിനെ എല്ലാം അൺകണക്റ്റഡ് വെച്ചു. സോ ഈ ക്രോസ് യൂസ് ചെയ്താണ് ഇത് അൺകണക്റ്റഡ് എസ്റ്റാബ്ലിഷ് ചെയ്തത്. ഓക്കെ, നൗ ഫസ്റ്റ് സ്റ്റെപ്പ് ഓഫ് ദ ഡിസൈൻ പർപ്പസ്, ഫസ്റ്റ് ശരിക്കും പറഞ്ഞാൽ ഇത് സെക്കൻഡ് സ്റ്റെപ്പാണ്. ഫസ്റ്റ് സ്റ്റെപ്പിൽ ബ്ലോക്ക് ഡയഗ്രാം വരച്ച് കഴിഞ്ഞിട്ട് അടുത്ത സ്റ്റെപ്പായിട്ട് വരുന്നതാണ് ഇത്. സോ ഈ സ്റ്റെപ്പ് കഴിഞ്ഞിട്ട് സ്കിമാറ്റിക് ഡിസൈൻ ചെയ്യണം. ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുമ്പോൾ നമുക്ക് ഫുട് പ്രിന്റ്സ് അസൈൻ ചെയ്യണം. സോ ഫുട് പ്രിന്റ് അസൈൻ ചെയ്യാൻ വേണ്ടി ദർ ആർ മൾട്ടിപ്പിൾ മെത്തേഡ്സ്. ഈ ഒരു എന്ന് പറയുന്ന ഒരു ഇവിടെ വരും. ഇവിടെ ഫുട് പ്രിന്റ് അസൈൻ ഫുട് പ്രിന്റ് ലോഡ് ചെയ്തിട്ട് ഓക്കെ, ഇത് അസൈൻ ഫുട് പ്രിന്റ് ചെയ്ത് ഇത് ഇവിടെ അസൈൻ ചെയ്യുമ്പോൾ നമ്മൾ ഇത് വെച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഓരോ കമ്പോണൻസിന്റെ ഫുട് പ്രിന്റ് എനിക്ക് അസൈൻ ചെയ്ത് കൊടുക്കാൻ പറ്റും. ഹിയർ യു കൻ സീ ഈച്ച് ആൻഡ് എവറി കമ്പോണന്റിന്റെ ഫുട് പ്രിന്റ് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, അസൈൻ ചെയ്ത് കൊടുക്കാൻ പറ്റും. ഫിൽട്ടർ ചെയ്ത് നമുക്ക് ഇവിടെ കിട്ടും, ഫിൽറ്റേർഡ് ഫുട് പ്രിന്റ് ആയിട്ട് നമുക്ക് കിട്ടും. ഓക്കെ, സോ ഫിൽറ്റേർഡ് ഫുട് പ്രിന്റ് ആയിട്ട് എനിക്ക് എന്താണ് ഇവിടെ
ആ കമ്പോണൻസിന്റെ എന്ത് പറയുന്നത് ഫുട് പ്രിന്റ്സ് കിട്ടി. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഒരു 100 നാനോ ഫാരഡ് കപ്പാസിറ്റർ വരുമ്പോൾ അതിന്റെ ഫുട് പ്രിന്റ്സ് എല്ലാം വരും. കപ്പാസിറ്റേഴ്സിനെല്ലാം ഒരു ഫുട് പ്രിന്റ് തന്നെയായിരിക്കും നമ്മൾ അസൈൻ ചെയ്ത് കൊടുക്കുന്നത്, ഒരേ സൈസ്. മീൻസ് ഇവിടെ ഇവിടെ കാണാൻ പറ്റുന്നതാണ് വിശ്വാസം. ഇവിടെ 0503, 0402, 0402 ഇതൊക്കെ അതിന്റെ സൈസ്. മീൻസ് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ലെങ്ത്തും വിഡ്ത്തും ആ ഒരു സൈസിന്റെ ഇതാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് റിലവന്റ് ആയിട്ടുള്ള ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഫസ്റ്റ് കപ്പാസിറ്റർ 100 നാനോ ഫാരഡിന് എനിക്ക് 1206 ആണ് അസൈൻ ചെയ്യണമെങ്കിൽ ഇങ്ങനെ അസൈൻ ചെയ്ത് കൊടുക്കാൻ പറ്റും. പക്ഷേ ഈ മെത്തേഡിന്റെ ഏറ്റവും വലിയ ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുമ്പോൾ എത്ര കമ്പോണൻസ് ഉണ്ടോ അത്രയും കമ്പോണൻസ് നമ്മൾ ഇൻഡിവിജ്വലി അസൈൻ ചെയ്ത് കൊടുക്കേണ്ടി വരും. ഓരോ കമ്പോണൻസ് സെലക്ട് ചെയ്യുക, റിക്വയർഡ് ഫുട് പ്രിന്റ് അസൈൻ ചെയ്യുക. ഇതാണ് ഈ ഒരു ടെക്നിക്കിന്റെ ഏറ്റവും വലിയ ഡിസഡ്വാൻറ്റേജ്. അപ്പം ഈ ഒരു ഇഷ്യൂ സോൾവ് ഇന്നലെ ബോം ജനറേറ്റ് ചെയ്യാൻ ടേബിൾ കാണിച്ചായിരുന്നു. ഈ ടേബിളിൽ വന്നാൽ നമുക്ക് ആക്ച്വലി ഇവിടെ ഫുട് പ്രിന്റ് അസൈൻ ചെയ്യാൻ പറ്റും. ഇവിടെ ഫുട് പ്രിന്റ്സ് എന്ന് പറയുന്ന ഒരു ടാബ് ഉണ്ട്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഇതിന്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് പറയുമ്പോൾ ഇവിടെ കപ്പാസിറ്റേഴ്സ് എല്ലാം ഗ്രൂപ്പ്ഡ് ആയിരിക്കും. ഓരോ 100, ഇപ്പം എനിക്ക് 10 100 നാനോ ഫാരഡ് ഉണ്ടെങ്കിൽ 10 എണ്ണത്തിന് ഞാൻ ഇൻഡിവിജ്വൽ അസൈൻ ചെയ്തുകൊണ്ടിരിക്കണം. ഓക്കെ, ലെറ്റ്സ് സേ ഇത് 100-ലോട്ട് പോവുകയാണെങ്കിൽ 100 എണ്ണത്തിന് ഞാൻ ഇൻഡിവിജ്വൽ അസൈൻ ചെയ്തുകൊണ്ടിരിക്കണം. ആ ഒരു പ്രശ്നം അവോയ്ഡ് ചെയ്യാൻ വേണ്ടി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ബോംബിന്റെ അകത്ത് വരുമ്പോഴത്തേക്ക് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ കപ്പാസിറ്റേഴ്സ് എല്ലാം ഗ്രൂപ്പ്ഡ് ആയിട്ട് കിടക്കും. സോ കപ്പാസിറ്റേഴ്സ് ഗ്രൂപ്പ്ഡ് ആയിട്ട് കിടക്കുമ്പോൾ ഇത്രയും കപ്പാസിറ്റേഴ്സ് C1 to C8, C10 to C12, C70 to C80 ആ കപ്പാസിറ്റേഴ്സിന്റെ റെഫറൻസ് ആണ്. ഈ റെഫറൻസസ് എല്ലാം ഗ്രൂപ്പായി. കാരണം എന്താണ്, അതിന്റെ വാല്യൂസ് സെയിം ആണ്. ഇവിടെ വാല്യൂസ് സെയിം ആണ്. അപ്പൊ വാല്യൂസ് സെയിം ആയതുകൊണ്ട് ഇതെല്ലാം ഓട്ടോമാറ്റിക്കലി അങ്ങ് ഗ്രൂപ്പാണ്. അത് ഇവിടെ സെലക്ട് ചെയ്ത് കൊടുക്കും. ഇപ്പൊ ഗ്രൂപ്പ് ചെയ്യേണ്ടെങ്കിൽ ഗ്രൂപ്പ് വൈൻ്റെ അവിടെ ഗ്രൂപ്പ് ആവത്തില്ല. ഓക്കെ, സോ ഇവിടെ ഗ്രൂപ്പ് ചെയ്യാൻ പറ്റും. സോ ഈ ഗ്രൂപ്പ് ചെയ്യാൻ വേണ്ടി ഉള്ള ഇതാണ് ഗ്രൂപ്പ് ബൈ. ഇവിടെ ഇത് കാണണം, ഇത് എല്ലാം സെപ്പറേറ്റ് ആയിട്ട് എനിക്ക് കിട്ടും. ഇപ്പം എത്ര 18 കപ്പാസിറ്റർ ഉണ്ടെങ്കിൽ, അല്ല സോറി 14 കപ്പാസിറ്റർ ഉണ്ടെങ്കിൽ 14 കപ്പാസിറ്റർ സെപ്പറേറ്റ് ആയിട്ട് വരും. ഞാൻ വാല്യൂ വെച്ച് ഗ്രൂപ്പ് ചെയ്താൽ ഒരുമിച്ച് എല്ലാം ഗ്രൂപ്പ് ആവും. എന്നിട്ട് ഞാൻ ഇവിടെ ഫുട് പ്രിന്റിന്റെ അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ ഈ റൈറ്റ് സൈഡിൽ ഇങ്ങനെ ഒരു ഈ സംഭവം ഉണ്ടാവും. ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ഫുട് പ്രിന്റിന്റെ ഈ ടേബിൾ ഓപ്പൺ ആയി വരും. എനിക്ക് ഡയറക്റ്റ് ആയിട്ട് അസൈൻ ചെയ്ത് കൊടുക്കാം. പക്ഷേ ഇവിടെ ഞാൻ അസൈൻ ചെയ്യുന്ന കപ്പാസിറ്ററാണ്. ഓക്കെ, കപ്പാസിറ്റർ അപ്പൊ ഞാൻ അസൈൻ ചെയ്ത സൈസ് വെച്ച് ഞാൻ ഒരു 0603 അസൈൻ ചെയ്തു എന്ന് വെച്ചു. 0603 ഞാൻ എന്തുകൊണ്ട് അസൈൻ ചെയ്യുന്നു എന്ന് ചോദിച്ചാൽ, ഫസ്റ്റ് തിങ് എന്ന് പറഞ്ഞാൽ ഈ 100 നാനോ ഫാരഡ് കപ്പാസിറ്റേഴ്സ് ഞാൻ യൂസ് ചെയ്യുന്നത് ഒരു ഡീകപ്ലിംഗ് കപ്പാസിറ്റർ ആയിട്ട്. ഞാൻ ഇന്നലെ അതിനെ കുറിച്ച് ചെറുതായിട്ടൊന്ന് പറഞ്ഞായിരുന്നു. വാട്ട് ഡീകപ്ലിംഗ് കപ്പാസിറ്റേഴ്സ് എന്താണ്? ഡീകപ്ലിംഗ് കപ്പാസിറ്റേഴ്സ് എന്ന് പറയുമ്പോൾ ബേസിക്കലി ഞാൻ ഇന്നലെ പറഞ്ഞായിരുന്നു, ഈ ICs ഒക്കെ മില്യൺസ് ഓഫ് റെസിസ്റ്റേഴ്സ് ട്രാൻസിസ്റ്റേഴ്സ് കൊണ്ടാണ് ഉണ്ടാക്കിയത്. സോ ഈ മില്യൺസ് ഓഫ് ട്രാൻസിസ്റ്റേഴ്സ് കൊണ്ട് ഉണ്ടാക്കുമ്പോൾ ഈ ചെറിയ നോയ്സ് തന്നെ ഈ ICസിനെ അഫക്ട് ചെയ്യാനുള്ള ഒരു പോസിബിലിറ്റി ആണ്. സോ ഇതിന് എന്ത് ചെയ്യും, നല്ല ഫിൽറ്ററിംഗ് വേണം. ഫിൽറ്ററിംഗ് വരുമ്പോൾ ഹൈ നോയ്സ് അല്ലെങ്കിൽ നോയ്സിന് ഫിൽറ്ററിംഗ് വേണം. ഈ ഫിൽറ്ററിംഗ് പർപ്പസിന് വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ഈ ഡീകപ്ലിംഗ് കപ്പാസിറ്റേഴ്സ്. സോ ഡീകപ്ലിംഗ് കപ്പാസിറ്റേഴ്സിന് ആക്ച്വലി റെക്കമെൻഡഡ് സൈസ് എന്ന് പറഞ്ഞാൽ ചെറിയ സൈസസ് ആണ്. ഒന്നെങ്കിൽ 0402, ഓക്കെ 0201 എന്ന് പറയുമ്പോൾ ഭയങ്കര ചെറുതായിപ്പോൾ 0402 യൂസ് ചെയ്യാം, അല്ലെങ്കിൽ 0603 ഒക്കെ യൂസ് ചെയ്യാം. ഇതൊക്കെ സ്റ്റാൻഡേർഡ് സൈസസ് ആണ് ഡീകപ്ലിംഗ് കപ്പാസിറ്റേഴ്സിന്. അതിന്റെ റീസൺ എന്താണ്, ലാർജർ സൈസസ് യൂസ് ചെയ്താലുള്ള പ്രശ്നം എന്താന്ന് പറഞ്ഞാൽ ഈ കപ്പാസിറ്റീവ് റിയാക്ടൻസും ഇൻഡക്റ്റീവ് റിയാക്ടൻസും അങ്ങനെ ഒരു കോൺസെപ്റ്റ് ഉണ്ടല്ലോ. ഇത് ഈക്വൽ ആയി കഴിഞ്ഞാൽ ഈ കപ്പാസിറ്റേഴ്സിന് എന്ത് ചെയ്യും, ഒരു പാരസിറ്റിക് ഇൻഡക്ടൻസ് കയറി വരും. സോ അത് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറയുന്നില്ല. ഒരു പാരസിറ്റിക് ഇൻഡക്ടൻസ് കയറി വരും. സോ ഇതിന്റെ ഫംഗ്ഷനാലിറ്റി തന്നെ എന്ത് ചെയ്യും, ഇല്ലാതെ വരും. സോ അതുകൊണ്ട് നമ്മൾ എപ്പോഴും ഡീകപ്ലിംഗിന്റെ പർപ്പസിന് വേണ്ടി റെക്കമെൻഡ് ചെയ്യുന്നത് 0603 അല്ലെങ്കിൽ 0402. ഓക്കെ, അതിലും ചെറുതിലോട്ട് പോകണ്ട. പിന്നെ ഭാവിയിലെ ഈ സർക്യൂട്ട് എന്തെങ്കിലും നമുക്കിപ്പോൾ ഒരു കപ്പാസിറ്റർ കളയണം എന്നൊക്കെ വെച്ചാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റും. 0202 വളരെ ചെറിയ സൈസാണ്. സോ ഞാൻ യൂസ് ചെയ്യുന്നത് 0603 ആണ്. ഡീകപ്ലിംഗിന്റെ കേസിൽ 0603 യൂസ് ചെയ്യുന്നുണ്ട്. അതിന്റെ റീസൺ ഇതാണ്, പാരസിറ്റിക് ഇൻഡക്ടൻസ് അവോയ്ഡ് ചെയ്യാൻ വേണ്ടി. സോ ഇത് ഞെക്കി കഴിഞ്ഞാൽ ഓക്കെ ഞെക്കിയാൽ എന്ത് പറ്റും, ഇത്രയും കപ്പാസിറ്റേഴ്സിന് എന്ത് ചെയ്യും, ഫുട് പ്രിന്റ് ഓട്ടോമാറ്റിക്കലി അസൈൻ ആകും. ഞാൻ എല്ലാം ഇൻഡിവിജ്വലി സെലക്ട് ചെയ്ത് ഫുട് പ്രിന്റ് അസൈൻ ചെയ്തുകൊണ്ടിരിക്കേണ്ട ആവശ്യം വരത്തില്ല. ഒറ്റ വാല്യൂ ഉള്ള എല്ലാ കപ്പാസിറ്റേഴ്സും ഗ്രൂപ്പ് ചെയ്തുകൊണ്ട് എനിക്ക് എന്ത് ചെയ്യും, അത്രയും കപ്പാസിറ്റേഴ്സും ഒരുമിച്ച് ഫുട് പ്രിന്റ് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, അസൈൻ ചെയ്ത് കൊടുക്കാൻ പറ്റും. അതുപോലെ ഇപ്പം അടുത്തത് ഇപ്പം ഈ 1 മൈക്രോഫാരഡ് എന്ന് പറയുമ്പോൾ ബൾക്ക് കപ്പാസിറ്റേഴ്സ് ആണ്. ഡീകപ്ലിംഗ് പർപ്പസിന് വേണ്ടി യൂസ് ചെയ്യുന്നുണ്ട്, ഒരു ബൾക്ക് യൂസ് ചെയ്യുന്നുണ്ട്. സോ അതിനും ഞാൻ എന്ത് ചെയ്യുന്നു, ഈ ഒരു ഫുട് പ്രിന്റ് അസൈൻ ചെയ്ത് കൊടുക്കുന്നു. ഓക്കെ,
ഇനി അടുത്തത് 20 മൈക്രോ ഫാരഡ്. 20 മൈക്രോ ഫാരഡ് ഡീകപ്ലിങ്ങിന് വേണ്ടി യൂസ് ചെയ്ത കപ്പാസിറ്റർ അല്ല, അത് ആ ഓസിലേറ്ററിന്റെ അവിടെ യൂസ് ചെയ്തൊരു കപ്പാസിറ്റർ ആണ്. സോ ഇത് ആക്ച്വലി ഞാൻ എന്ത് ചെയ്യുന്നു, ഡീകപ്ലിംഗ് പർപ്പസ് ഒന്നും അവിടെ ഇല്ല. സോ ഐ ക്യാൻ ഗീവ് ദ ഒരു കുറച്ച് വലിയ സൈസ് എനിക്ക് എന്താ ഹാൻഡ്സ് ഓർഡർ ചെയ്ത് എടുക്കാൻ പറ്റും എന്നൊരു സൈസ്, ഒരു 1206 ഒക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു സൈസസ് ആയതുകൊണ്ട് ഞാൻ 1206 അസൈൻ ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഇനി ഫെറൈറ്റ് ബിഡ്. ഈ ഫെറൈറ്റ് ബിഡിന് ഓട്ടോമാറ്റിക്കലി അങ്ങ് അസൈൻ ആയി. ഇപ്പം ചില ഓക്കെ. പിന്നെ അടുത്തത് J1, J2, J3 ഇതൊക്കെ കണക്ടേഴ്സ് ആണ്. കണക്ടേഴ്സ് നമ്മൾ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം, വി ഹാവ് ടു യൂസ്, ഇപ്പം മേളിൽ കണ്ടോ, ഇത് ഞാൻ നേരത്തെ ഇരുന്നപ്പോൾ അസൈൻ ചെയ്തത്. ഈ കണക്ടേഴ്സ് അസൈൻ ചെയ്യുമ്പോൾ നമ്മൾ എപ്പോഴും 2.54 mm കണക്ടേഴ്സ് യൂസ് ചെയ്യാൻ ശ്രമിക്കണം. അപ്പം ഞാൻ കണക്ടേഴ്സിന് ഫുട് പ്രിന്റ് അസൈൻ ചെയ്യുമ്പോൾ ട്രൈ ടു യൂസ് 2.54 mm. നമ്മൾ യൂസ് ചെയ്യുന്ന വെർട്ടിക്കൽ കണക്ടേഴ്സ് ആണ്. ഹൊറിസോണ്ടൽ കണക്ടേഴ്സ് എന്ന് പറയുമ്പോൾ ഇങ്ങനെ ഒരു വളഞ്ഞിരിക്കുന്ന ഹെഡേഴ്സ് പോലെ. പിന്നെ ഞാൻ വേണമെങ്കിൽ കാണിച്ചു തരാം ഈ ഹൊറിസോണ്ടൽ കണക്ടേഴ്സ് എങ്ങനെ ഇരിക്കും. അപ്പം കണക്ടേഴ്സ് യൂസ് ചെയ്യുമ്പോൾ നമ്മൾ എപ്പോഴും യൂസ് ചെയ്യേണ്ടതെന്ന് പറയുമ്പോൾ 2.54 mm കണക്ടേഴ്സ് ആ 2.54. ഈ മാർക്കറ്റിലൊക്കെ നമ്മൾ ഹെഡേഴ്സ് എന്ന് പറഞ്ഞ് ഈ മെയിൽ ഹെഡർ ഫീമെയിൽ ഹെഡറിനൊക്കെ മേടിക്കുമ്പോഴത്തേക്ക് അതിന്റെ ഒരു സ്റ്റാൻഡേർഡ് ഡയമെൻഷൻ 2.54 mm. അതുകൊണ്ട് 2.54 mm ആണ് പ്രിഫറബിൾ. പക്ഷെ ഈ 2.54 mm കണക്ടേഴ്സ് ആണ് യൂസ് ചെയ്യാൻ. അപ്പം ഇത് 205 വെർട്ടിക്കൽ 205 അല്ലേ, 205 അതെ 205 എന്ന് പറഞ്ഞാൽ 2 റോസ് ഉണ്ട്, സോറി 2 കോളംസ് ഉണ്ട്, 5 റോസ് ഉണ്ട്. ആ ഒരു ഇതിലാണ് 205 എന്ന് പറഞ്ഞത്. അപ്പൊ 205 കണക്ടർ ഇങ്ങനെ ഇരിക്കും. സോ അത് 205 2.54 mm വെർട്ടിക്കൽ കണക്ടർ അസൈൻ ചെയ്തു. ഇനി അടുത്തത് 104 ഉണ്ട്. 104 അല്ലേ, 104 വെർട്ടിക്കൽ കണക്ടർ അസൈൻ ചെയ്തു. ഇത്ര. പിന്നെ ഇനി അടുത്ത റെസിസ്റ്റേഴ്സ് നമുക്ക് ആക്ച്വലി മാക്സിമം സൈസ് വെച്ചാലും കുഴപ്പമൊന്നുമില്ല. ഈ കപ്പാസിറ്റേഴ്സിന്റെ ഇഷ്യൂസ് ഒന്നും റെസിസ്റ്റർ വരത്തില്ല. കാരണം കപ്പാസിറ്ററിന്റെ കേസിൽ ഞാൻ പറഞ്ഞു ഡീകപ്ലിങ്ങിന്റെ ഇഷ്യൂസ് വരുന്നതിന്റെ റീസൺ എന്ന് പറഞ്ഞാൽ, കപ്പാസിറ്റേഴ്സിന്റെ കേസിൽ ഡീകപ്ലിംഗ് ഇഷ്യൂസ് വരുന്നതിന്റെ റീസൺ എന്ന് പറഞ്ഞാൽ ആ ഒരു എന്താ പറഞ്ഞ കപ്പാസിറ്റീവ് റിയാക്ടൻസും ഇൻഡക്ടറിന്റെ റിയാക്ടൻസും കൂടെ ഈക്വൽ ആവുന്ന ഒരു പോയിന്റ് വരും. പക്ഷെ റെസിസ്റ്ററിന്റെ കേസിൽ ആ ഒരു പ്രശ്നങ്ങളൊന്നും ഇല്ല. അപ്പം എന്ത് സൈസ് ആണെങ്കിലും അസൈൻ ചെയ്ത് കൊടുക്കാം. 1206 തന്നെ അസൈൻ ചെയ്തു. റെസിസ്റ്റർ 1206, എല്ലാ റെസിസ്റ്റേഴ്സും 1206 തന്നെ അസൈൻ ചെയ്ത് കൊടുക്കാം. റെസിസ്റ്റർ ഇതുപോലെ എല്ലാം ചെയ്ത് കൊടുക്കാം. അടുത്തത് ഈ ചിപ്പിന്റെ ഓട്ടോമാറ്റിക്കലി അസൈൻ ആവും. കാരണം അതിനൊരു സ്റ്റാൻഡർഡൈസ്ഡ് ഫുട് പ്രിന്റ് ആണ്. ചിപ്പിന്റെ ഫുട് പ്രിന്റ്, ഒരു ചിപ്പിന് ഒരു ഫുട് പ്രിന്റേ ഉള്ളൂ. അത് സൈസും കാര്യങ്ങളൊന്നും അവിടെ ഒരു മാറ്റർ അല്ല. സൈസും കാര്യങ്ങളൊക്കെ റെസിസ്റ്റർ, കപ്പാസിറ്റർ, ഇൻഡക്ടർ അങ്ങനെയൊക്കെ വരുമ്പോഴാണ് വരുന്നത്. ചിപ്പിന് ഒരു സ്റ്റാൻഡർഡൈസ്ഡ് ഫുട് പ്രിന്റ് ആണ്. അത് കീക്യാഡിന്റെ ലൈബ്രറിന്റെ അകത്ത് അവൈലബിൾ ആണെങ്കിൽ കീക്യാഡ് ഓട്ടോമാറ്റിക്കലി അതങ്ങ് അസൈൻ ചെയ്യും. കീക്യാഡിന്റെ ലൈബ്രറിയിൽ അവൈലബിൾ അല്ലാത്ത ചിപ്പാണെങ്കിൽ മാത്രമേ ഉള്ളൂ നമ്മൾ മാനുവലി അസൈൻ ചെയ്യേണ്ട ആവശ്യമുള്ളൂ. ഇപ്പോൾ STMന്റെ കേസിലാണെങ്കിൽ അത് ഓട്ടോമാറ്റിക്കലി അസൈൻ ആയതിന്റെ റീസൺ അതാണ്. അതെന്താണ്, കീക്യാഡ് ലൈബ്രറിയിൽ അവൈലബിൾ ആണ്, ഒരു സ്റ്റാൻഡർഡൈസ്ഡ് ഫുട് പ്രിന്റ് ആണ്. അത് ഫുട് പ്രിന്റ് മാറ്റമൊന്നുമില്ല. സോ കീക്യാഡിന്റെ അകത്ത് കീക്യാഡ് ഓട്ടോമാറ്റിക്കലി അതിനെ അസൈൻ ചെയ്തു.
ഇനി ഇത് ഓസിലേറ്റർ, ഞാൻ നേരത്തെ പറഞ്ഞു ഓസിലേറ്റർ ഒക്കെ വെക്കുമ്പോൾ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതിന്റെ ഫുട് പ്രിന്റ് മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള ഫുട് പ്രിന്റ്സ് മാത്രമേ നമ്മൾ ഓസിലേറ്റേഴ്സിനൊക്കെ യൂസ് ചെയ്യാൻ പാടുള്ളൂ. അല്ലാതെ വെറുതെ ഒരു ഫുട് പ്രിന്റ് നമുക്ക് എടുത്ത് വെക്കാൻ പറ്റത്തില്ല. ഓസിലേറ്റേഴ്സിന്റെ കേസിൽ ഞാൻ വെറുതെ ഒരു 1206 തോന്നിയ പോലെ എടുത്ത് വെച്ചാൽ പ്രശ്നം ചിലപ്പോൾ അത് മാർക്കറ്റിൽ അവൈലബിൾ ആയിരിക്കത്തില്ല. സോ അങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്ക് ഇഷ്യൂസ് അവിടെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. സോ തൽക്കാലത്തേക്ക് ഞാൻ വെറുതെ ഒരു ഫുട് പ്രിന്റ് അസൈൻ ചെയ്ത് കൊടുക്കാം. 4 അല്ല, two-pin oscillators. ഓസിലേറ്റേഴ്സിന്റെ 2-pin ഓസിലേറ്റേഴ്സിന്റെ അവൈലബിൾ അല്ല ഫുട് പ്രിന്റ്. കാരണം ഞാൻ യൂസ് ചെയ്തത് 2 പാഡുള്ള ഓസിലേറ്റേഴ്സ് ആണ്. അത് അവൈലബിൾ ആയിട്ട് തോന്നുന്നില്ല. സോ അങ്ങനെ ഒരു കേസ് വരുമ്പോഴത്തേക്ക് നമ്മൾ പുറത്തുനിന്ന് അത് അസൈൻ ചെയ്ത് കൊടുക്കേണ്ടി വരും. പുറത്തുനിന്ന് ഇപ്പൊ അസൈൻ ചെയ്യണമെങ്കിൽ ഗൂഗിളിൻ്റെ അകത്ത് എടുക്കുക, 2 പാഡ് ഓസിലേറ്റേഴ്സ്, ഓസിലേറ്റർ 8 മെഗാഹെർട്സ്, 2 പാഡ് ഓസിലേറ്റേഴ്സ് 8 മെഗാഹെർട്സിന്റെ. ഓക്കെ, ഇത് മൗസറും ഡിജിക്കി ഈ കോമൺ, ഇതാണ് ഏറ്റവും കോമൺലി യൂസ് ചെയ്യേണ്ട സൈറ്റ്സ്. ഇപ്പം ഞാനിപ്പോൾ ഡിജിക്കി എടുത്തു, മൗസർ എടുത്ത് കഴിഞ്ഞാൽ ഇപ്പൊ ഇതൊരു 8 മെഗാഹെർട്സിന്റെ ഒരു 2 പാഡ് ഓസിലേറ്റർ ആണ്. ഇത് ഈ ഓസിലേറ്റേഴ്സ് ഒക്കെ 4 പാഡ് ഓസിലേറ്റേഴ്സ് ആണ്. അപ്പം എന്റെ സ്കിമാറ്റിക് നോക്കിയാൽ തന്നെ അറിയാം, ഞാൻ യൂസ് ചെയ്ത ഒരു 2 പാഡ്, 2 പാഡ് 2 പോയിന്റ്സ് 2 പോർട്ടുകളേ ഉള്ളൂ. അപ്പൊ 2 പാഡ് ഓസിലേറ്റർ ആണ് ഞാൻ യൂസ് ചെയ്തത്. വേണമെങ്കിൽ 4 പാഡ് ഒക്കെ യൂസ് ചെയ്യാം, കുഴപ്പമൊന്നുമില്ല. ബട്ട് 2 പാഡ് ആണ് ഞാൻ യൂസ് ചെയ്തത്. സോ അങ്ങനെ ഒരു കേസ് വരുമ്പോൾ ഞാൻ ഒരു 2 പാഡ് ഓസിലേറ്റർ ആയിരിക്കും എടുക്കുന്നത്. ഈ 2 പാഡ് ഓസിലേറ്റർ എടുക്കുമ്പോൾ തന്നെ നമുക്ക് ഇതാണ് മൗസറിൻ്റെ അകത്ത് വരുമ്പോൾ ഇങ്ങനെ ഫിൽട്ടർ ചെയ്ത് നമുക്ക് കിട്ടും. ഈ ഫിൽട്ടർ ചെയ്ത സംഭവത്തിന്റെ അകത്തുനിന്ന് ഇവിടെ ലാസ്റ്റിൽ വരുമ്പോഴത്തേക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ECAD മോഡൽ കണ്ടോ. ECAD മോഡലിന്റെ അകത്ത് ഈ ഒരു പോയിന്റ് ക്ലിക്ക് ചെയ്താൽ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിന്റെ ഫുട് പ്രിന്റ്, ഇതിന്റെ സിമ്പല്, ഇതിന്റെ ഫുട് പ്രിന്റ്, ഇതിന്റെ 3D മോഡൽ, സിമ്പല്, ഫുട് പ്രിന്റ്, 3D മോഡൽ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. അപ്പൊ ഡൗൺലോഡ് ചെയ്യുമ്പോൾ ഇത് മൗസറിന്റെ അക്കൗണ്ട്, MS കമ്പോണൻസിന്റെ അക്കൗണ്ട് ഞാൻ എടുത്തിട്ടില്ല, അത് നോക്കാം. ഡിജിക്കിയിലുണ്ടോ നോക്കാം. ഡിജിക്കി oscillators, system, 8 megahertz, 8 megahertz. Okay, 8 megahertz. That's it. 8 megahertz. 8 megahertz surface mount. അല്ലെങ്കിൽ ത്രൂ കോളർ. ഓക്കെ, 8 മെഗാഹെർട്സിന്റെ ഫിൽട്ടർ ചെയ്താൽ നോക്കട്ടെ, ഒന്നും അവൈലബിൾ ആയിട്ടില്ല. ഇതെല്ലാം 4 പാഡ് ഓസിലേറ്റേഴ്സ് ആണ്, 2 പാഡ് അല്ല. ഓക്കെ, ഡിജിക്കിയിൽ അവൈലബിൾ അല്ല. ഓക്കെ, മൗസറിൻ്റെ അകത്തേ ഉള്ളൂ. മൗസറിന് മറ്റേ അക്കൗണ്ട് എടുത്തിട്ടില്ല. ഞാൻ ലാസ്റ്റ് സമയം ഉണ്ടെങ്കിൽ ഞാൻ എടുക്കാം. അത് കഴിഞ്ഞിട്ട് ഫുട് പ്രിന്റ് അസൈൻ ചെയ്ത് കൊടുക്കാം. സോ ഇത് ആ ഒരു ഓസിലേറ്ററിന്റെ ഫുട് പ്രിന്റ് തൽക്കാലത്തേക്ക് വിടാം. അപ്ലൈ ചെയ്ത് സേവ് ചെയ്തു. ഓക്കെ,
ഇപ്പം എല്ലാം ഫുട് പ്രിന്റ്സും അസൈൻ ചെയ്യാം, എക്സെപ്റ്റ് ആ ഓസിലേറ്ററിന്റെ ഫുട് പ്രിന്റ് അത് ലൈബ്രറിയിൽ അവൈലബിൾ അല്ലാത്തതുകൊണ്ട് എക്സ്റ്റേണലി എടുക്കേണ്ടി വരും. എക്സ്റ്റേണലി എനിക്ക് ഞാൻ ഈ അക്കൗണ്ട് ഇപ്പോൾ എടുത്ത് വെച്ചിട്ടില്ല, മീൻസ് എൻ്റെ പുതിയ ഇതിൽ അക്കൗണ്ട് ഇല്ല. ഓക്കെ, നൗ നൗ ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഇത് പി സി ബിയിലോട്ട് ഇനിയും നമുക്ക് ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പി സി ബി എഡിറ്റിംഗിലോട്ട് പോകാം. സോ മൂവ് ഓൺ ചെയ്യാം പി സി ബി എഡിറ്റിംഗിലോട്ട്. സോ പി സി ബി എഡിറ്റിംഗിലോട്ട് എഡിറ്റ് പറഞ്ഞ സ്കീമാറ്റിക്കും പി സി ബി എഡിറ്ററും ലിങ്ക്ഡ് ആണ്. സോ ഈ ഒരു പി സി ബി എഡിറ്റർ, ഈ ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, പി സി ബി എഡിറ്ററിലോട്ട് പോകാൻ പറ്റും. സോ ഈ ഒരു ഞാൻ ഇന്നലെ കാണിച്ച ഒരു വിൻഡോ ആണ് ഈ പി സി ബി എഡിറ്ററിന്റെ വിൻഡോ. സോ ഇങ്ങനെയാണ് ഇരിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് ഞാൻ പറഞ്ഞതെന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യണം, ഒരു ഔട്ട്ലൈൻ ക്രിയേറ്റ് ചെയ്യണം. സോ ഔട്ട്ലൈൻ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ ഇന്നലെ കാണിച്ച കുറേ ലെയേഴ്സ് ഉണ്ട്. ഈ കുറേ ലെയേഴ്സിൽ നമുക്ക് ആവശ്യമുള്ള ലെയർ എന്ന് പറഞ്ഞാൽ ഔട്ട്ലൈൻ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി എഡ്ജ് കട്ടിലാണ്. ഇനി എന്തുകൊണ്ട് എഡ്ജ് കട്ടിൽ ഔട്ട്ലൈൻ ക്രിയേറ്റ് ചെയ്യുന്നു ഞാൻ കാണിച്ചു തരാം. ഫോർ എക്സാമ്പിൾ ഞാൻ അറിയാതെ എഫ് കോപ്പറിന്റെ അകത്ത് ഞാൻ ഔട്ട്ലൈൻ ക്രിയേറ്റ് ചെയ്യും. ഞാൻ ഇവിടെ ഒരു സർക്കിൾ വരച്ചെന്ന് വെച്ചു. എൻ്റെ ഔട്ട്ലൈൻ ഒരു സർക്കിളാണ്, ഞാൻ ഇതിനൊരു സർക്കിൾ വരച്ചു. സർക്കിൾ വരച്ചു കഴിഞ്ഞു, ഞാൻ അറിയാതെ വരച്ചത് എഫ് കോപ്പർ ലെയറിലാണ്. ഞാൻ സേവ് ചെയ്തു, വ്യൂയിലോട്ട് പോയി. വ്യൂയിലോട്ട് പോയി 3D വ്യൂറിലോട്ട് എടുത്താൽ ഇത് കണ്ടു, ഇങ്ങനെ ആയിരിക്കും ഇതിന്റെ 3D വ്യൂ. ഇങ്ങനെയാണ് ആക്ച്വൽ പി സി ബി വരുമ്പോൾ ഇങ്ങനെ ആയിരിക്കും ഇരിക്കുന്നത്. ഒരു സ്ക്വയർ കാണും, മണ്ടയ്ക്ക് വെറുതെ ഒരു സർക്കിൾ. സോ ആ ഒരു കട്ടിങ് അവിടെ ഫോം ചെയ്യത്തില്ല. അപ്പൊ കട്ടിങ് അവിടെ ഫോം ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചാൽ, കട്ടിങ് ഫോം ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ എഡ്ജ് കട്ട് ലെയർ സെലക്ട് ചെയ്യണം. ഈ എഡ്ജ് കട്ട് ലെയറിൽ സെലക്ഷൻ വെക്കുക, എഡ്ജ് കട്ട് ലെയർ സെലക്ട് ചെയ്ത് വെക്കുക. ഇവിടെ ഒരു സർക്കിൾ, ഒരു സർക്കിൾ ഞാൻ വരച്ചു. ഓക്കെ, സർക്കിൾ വരച്ചു, സേവ് ചെയ്തു. ഇനി ഞാൻ വ്യൂയിലോട്ട് പോയി 3D വ്യൂവർ എടുത്താൽ കണ്ടോ, ഈ ഒരു സർക്കിൾ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, സർക്കിൾ ഷേപ്പ് തന്നെ എനിക്ക് കിട്ടും. നേരത്തെ ഞാൻ വേറെ ഏതെങ്കിലും ലെയർ കൊണ്ട് വരച്ചു വെച്ചാൽ അത് മണ്ടയ്ക്ക് ഒരു പടം പോലെ വന്നിരിക്കത്തേ ഉള്ളൂ. അത് ഒരിക്കലും ആ ഒരു കട്ടിങ് ഫോം ചെയ്യത്തില്ല. സ്ക്വയർ ഷേപ്പ് മീൻസ് സ്ക്വയറോ റെക്ടാംഗുലർ ഷേപ്പ് തന്നെ ആയിരിക്കും. അതിന് മണ്ടയ്ക്ക് വെറുതെ ഒരു കട്ടിങ് പോലെ വന്നിരിക്കും, മീൻസ് വെറുതെ ഒരു പടം പോലെ വന്നിരിക്കും. പക്ഷെ എഡ്ജ് കട്ടിൽ കൊണ്ട് ഞാൻ ഇത് വരച്ചു വെച്ചാൽ ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്യും, ആ ഒരു കട്ടിങ് ഫോം ചെയ്ത് പി സി ബിന്റെ ഷേപ്പ് അതായിരിക്കും. സോ അതാണ് ഓക്കെ സംഭവം. സോ ഇപ്പൊ ഞാൻ തൽക്കാലം ഒരു വെറുതെ ഒരു റെക്ടാംഗിൾ തന്നെ ഞാൻ ഒരു എഡ്ജ് കട്ടിന്റെ അത് വെറുതെ ഒരു റെക്ടാംഗിൾ തന്നെ യൂസ് ചെയ്യുന്നത്. സോ ഇതാണ് എൻ്റെ എഡ്ജ് കട്ട്. അപ്പൊ ഈ റെക്ടാംഗിൾ ആയിരിക്കും ഇപ്പൊ ഞാൻ ഇപ്പം 3D പോയി വ്യൂ ചെയ്ത ഒരു റെക്ടാംഗിൾ ഇതായിരിക്കും എൻ്റെ ആക്ച്വൽ പി സി ബി വരുമ്പോൾ ഈ ഷേപ്പിലായിരിക്കും ഇരിക്കും. സോ വെറുതെ ഒരു റെക്ടാംഗിൾ തൽക്കാലത്തേക്ക് ഞാൻ യൂസ് ചെയ്തു. ആക്ച്വലി ഓക്കെ, വെറുതെ ഒരു റെക്ടാംഗിൾ യൂസ് ചെയ്തു. അപ്പൊ എഡ്ജ് കട്ട് ലെയറിലാണ് ഇത് ചെയ്യേണ്ടത്. എഡ്ജ് കട്ട് ലെയറിന്റെ യൂസ് ഇത്രയാണ്, നമുക്ക് ആ ഒരു ഔട്ട്ലൈൻ ഫോം ചെയ്യണം. ഇനി അടുത്ത കാര്യം, എപ്പോഴും നമ്മൾ ഞാൻ നേരത്തെ പറഞ്ഞ സംഭവമാണ് കൺട്രോളേഴ്സ് വെറുതെ അടിച്ചുകൊണ്ടിരിക്കണം. ഓക്കെ, ഇനി അടുത്ത സംഭവം, അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ കുറച്ച് സെറ്റിങ്സ് നമുക്ക് കുറച്ച് ചേഞ്ചസ് വരുത്തണം. അപ്പൊ കുറച്ച് സെറ്റിങ്സിന് ചേഞ്ചസ് വരുത്താൻ വേണ്ടി ഈ ബോർഡ് സെറ്റപ്പ് എന്ന സംഭവമുണ്ട്. ഈ ബോർഡ് സെറ്റപ്പിൽ പോവാം. ബോർഡ് സെറ്റപ്പിന്റെ അകത്ത് നമുക്കിപ്പോൾ 2 ലെയർ പി സി ബി ആണ് ഉള്ളത്. ഇപ്പോൾ 2 ലെയർ പി സി ബി ആണെങ്കിൽ ഫ്രണ്ട് കോപ്പറും ബോട്ടം കോപ്പറും ഉണ്ട്. സിഗ്നലും ആണ് സെലക്ട് ചെയ്തത്. അതിൽ ഒരെണ്ണത്തിന് പിടിച്ച് പവർ പ്ലെയിൻ ഒക്കെ. പവർ പ്ലെയിൻ ആക്കുമ്പോൾ ആ ഗ്രൗണ്ടഡ് പ്ലെയിൻ പോലത്തെ ഒരു കോൺസെപ്റ്റ് ആണ് അവിടെ വരുന്നത്. അപ്പോൾ ഒരെണ്ണം സിഗ്നൽ, മറ്റേ പവർ. ഇപ്പോൾ 4 ലെയർ പി സി ബി ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും ചോദിച്ചാൽ, ഫ്രണ്ട് കോപ്പർ സിഗ്നലും ബോട്ടം കോപ്പറും സിഗ്നൽ ആക്കും. ഇടയ്ക്കത്തെ 2 കോപ്പർ ലെയേഴ്സ് ഞാൻ എന്ത് ചെയ്യും, പവർ പ്ലെയിൻ ആക്കി മാറ്റും. 2 ലെയറിലായതുകൊണ്ട് ഇങ്ങനെ ഒരു ചെയ്യാം. ഇനി അടുത്തത് ഫിസിക്കൽ സ്റ്റാക്കപ്പിന്റെ അകത്ത് ഇനീഷ്യലി നമുക്ക് പി സി ബി ചെയ്യുന്ന സമയത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ടത് ഇത് മാത്രമാണ്. എന്താണ് പറയുന്നത്, കോപ്പർ ലെയർ നെസസറി ആയിട്ട് നമ്മൾ മാറ്റണം. ഇപ്പൊ 4 ലെയർ ആണെങ്കിൽ 4 വെക്കണം, 2 ലെയർ ആണെങ്കിൽ 2 വെക്കണം. ഓക്കെ, ഇനി ഇതല്ലാതെ ഇവിടെ ഡയലക്ട്രിക്, ഇപ്പം ഡയലക്ട്രിക് ഉണ്ടോ? ഈ ഡയലക്ട്രിക് ശരിക്കും പറഞ്ഞാൽ കോറുണ്ട്, പ്രീപ്രഗ് എന്ന് പറയുന്ന ഒരു ഡയലക്ട്രിക് ഉണ്ട്. അപ്പൊ കോറും പ്രീപ്രഗും തമ്മിലുള്ള വ്യത്യാസം എന്തോ ഞാൻ പറഞ്ഞുതരാം. കോറും പ്രീപ്രഗ് ഇപ്പൊ 4 ലെയർ പി സി ബി ആണെന്ന് വെച്ചോ. 4 ലെയർ പി സി ബിന്റെ അകത്ത് ഈ 2 ഈ 4 ലെയർ പി സി ബി, ഞാൻ പറയാം. ഈ 4 ലെയർ പി സി ബി ഫോം ചെയ്യുമ്പോൾ ഇവരെന്തോ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ, ഇനീഷ്യലി ആ ഇന്നർ 2 കോപ്പർ ലെയേഴ്സ് ഉണ്ടല്ലോ, ഇന്നർ 2 കോപ്പർ ലെയേഴ്സ് ആയിരിക്കും ഫോം ചെയ്തത്. IN1ഉം IN2ഉം കോപ്പർ ലെയേഴ്സ് ആയിരിക്കും ആദ്യം ഫോം ചെയ്യുന്നത്. എന്നിട്ട് അതിന്റെ ഇടയ്ക്കുള്ള ഡയലക്ട്രിക്കിന്റെ തിക്നെസ് ഫിക്സ്ഡ് ആയിരിക്കും, അത് ഒരിക്കലും മാറത്തില്ല. തിക്നെസ് ഫിക്സ്ഡ് ആയിട്ടുള്ള ഒരു തിക്നെസ് ആയിരിക്കും അവർ യൂസ് ചെയ്യുന്നത്, സ്റ്റാൻഡർഡൈസ്ഡ് തിക്നെസ് ആയിരിക്കും അവർ യൂസ് ചെയ്യുന്നത്. അത് ഒരിക്കലും എന്ത് ചെയ്യത്തില്ല, മാറ്റം. അപ്പൊ ഈ ഒരു ഫോർമേഷൻ കഴിഞ്ഞിട്ട് ഇതിന്റെ മണ്ടയ്ക്കോട്ട് അടുത്ത ലെയറിനെ എന്ത് ചെയ്യുന്ന
ആണ്. അപ്പം അതിന്റെ ഇടയ്ക്ക് യൂസ് ചെയ്യുന്ന ഡയലക്ട്രിക്, അതായത് ഫ്രണ്ട് കോപ്പറും ഇന്നർ കോപ്പറിന്റെ ഇടയ്ക്ക് യൂസ് ചെയ്യുന്ന പ്രീപ്രഗ് ഡയലക്ട്രിക്, അതിന്റെ തിക്നെസ് ശരിക്കും പറഞ്ഞാൽ ഫിക്സ്ഡ് അല്ല. ആ തിക്നെസ് തിക്നെസ് എന്ത് ചെയ്യും, അവര് ആ തിക്നെസ്സിനെ കുറച്ച് കൊണ്ടുവരും. നമുക്ക് ആവശ്യമുള്ള പി സി ബിന്റെ തിക്നെസ് എത്തുന്നവരെ ആ രണ്ട് ഡയലക്ട്രിക്സ് ആയിരിക്കും സ്ക്വീസ് ആയിരിക്കുന്നത്. സോ അതൊരിക്കലും എന്താണ് ഒരു കോർ ഫിക്സ്ഡ് തിക്നെസ് ഡയലക്ട്രിക്സ് അല്ല, ഒരു പ്രീപ്രഗ് ഡയലക്ട്രിക് ആയിരിക്കും. ഈ ഡയലക്ട്രിക് നമ്മൾ ചൂസ് ചെയ്യുന്ന FR4 എന്ന് പറയുന്ന ഒരു മെറ്റീരിയൽ ആണ് ഡയലക്ട്രിക്കിന് വേണ്ടി ചൂസ് ചെയ്യുന്നത്. സോ ഞാൻ ഇപ്പോൾ 4 ലെയറിലോട്ട് പോകുന്നില്ല, 2 ലെയറിൽ തന്നെ ഇരിക്കാം. 2 ലെയറിൽ തന്നെ നമുക്ക് എന്താണ് ഫ്രണ്ട് കോപ്പർ ബോട്ടം കോപ്പർ, ഇതിന്റെ ഇടയ്ക്ക് എന്ത് ചെയ്യും, കോർ വരും, FR4 ഡയലക്ട്രിക് വരും. ഇത്ര. ഇപ്പൊ ബോർഡ് എഡിറ്ററിന്റെ അകത്ത് ഈ ചേഞ്ച് ചെയ്തു, ഫിസിക്കൽ സ്റ്റാക്കപ്പ് വന്നപ്പം ഈ ചേഞ്ച് ചെയ്തു. ഇനി അടുത്തത് ബോർഡ് ഫിനിഷിംഗ് വേണ്ട, സോൾഡർ മാസ്കിംഗ് വേണ്ട, പിന്നെ ഡീഫോൾട്ട് ഇതും വേണ്ട, ഫോർമാറ്റിംഗ് വേണ്ട, ടെക്സ്റ്റ് വേരിയബിൾസ് വേണ്ട, കൺസ്ട്രെയിൻസ്. ഈ കൺസ്ട്രെയിൻസിന്റെ കാര്യം എപ്പോഴും ശ്രദ്ധിക്കേണ്ടത്, ഇത് ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഇപ്പൊ കൺസ്ട്രെയിൻസിന്റെ അകത്ത് മിനിമം ക്ലിയറൻസ് ഒരിക്കലും 2 ആയിരിക്കത്തില്ല. മിനിമം ക്ലിയറൻസ് ഒരിക്കലും 0 ആക്കി വെക്കില്ല. മിനിമം ക്ലിയറൻസ് ഒരു 0.2 മില്ലിമീറ്റർ എങ്കിലും വെക്കണം. മിനിമം ക്ലിയറൻസ് എന്ന് പറയുമ്പോഴത്തേക്ക് 2 ട്രേസസ് ഉണ്ട്. ഈ 2 ട്രേസസിന്റെ ഇടയ്ക്കത്തെ ഒരു ഡിസ്റ്റൻസ് ഉണ്ടല്ലോ, മിനിമം 0.2 എങ്കിലും ഡീഫോൾട്ട് ആയിട്ട് സെറ്റ് ചെയ്ത് വെക്കണം. ഒരിക്കലും അത് എന്ത് ചെയ്യാൻ പറ്റില്ല, 0 വെച്ച് കളയല്ല. 0 വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ അറിയാതെ തന്നെ ചിലപ്പോൾ ചെയ്യുന്നതിന്റെ ഫ്ലോയിൽ ചിലപ്പോൾ അറിയാതെ തന്നെ അത് കണക്ട് ആയി പോയാൽ ചിലപ്പോൾ അവിടെ എന്ത് ചെയ്യും, ക്ലിയറൻസ് 0 ആയതുകൊണ്ട് ഒരു റെസ്ട്രിക്ഷൻ കാണത്തില്ല, 2 ട്രേസസും കണക്ട് ആയിരിക്കും. മനസ്സിലായി? ഇപ്പൊ ക്ലിയറൻസ് വെക്കുന്നതിന്റെ ഗുണം എന്ന് പറയുമ്പോൾ ആ ഒരു ക്ലിയറൻസ് ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്യും, ഇത് ഡിജിറ്റൽ റൂൾസ് എന്ന് പറയും. ഇതിന്റെ ഡിജിറ്റൽ റൂൾസ്, ഈ റൂൾസ് എന്ത് ചെയ്യും, ഈ PCB ഫോളോ ചെയ്യും. അപ്പം എപ്പോഴും എന്താണ്, ആ ക്ലിയറൻസ് ഒരു 0.2 എങ്കിലും മിനിമം ക്ലിയറൻസ് അവിടെ ഇരിക്കും. പിന്നെ മിനിമം ട്രാക്ക് വിഡ്ത്തും 0 ആക്കി വെക്കല്, 0.2 വെക്കണം. പിന്നെ മിനിമം കണക്ഷൻ വിഡ്ത്ത് അതും 0, ഒരിക്കലും 0യിൽ ഇതൊന്നും നിർത്താൻ പാടില്ല. ഒരു 0.15 അല്ലെങ്കിൽ 0.2 എന്ത് വേണമെങ്കിൽ കൊടുക്കാം. മീൻസ് പൊതുവേ നമ്മൾ ട്രാക്ക് വിഡ്ത്തിനെക്കാട്ടി കുറവായിരിക്കും ഈ മിനിമം കണക്ഷൻ വിഡ്ത്ത് കൊടുക്കുന്നത്. പിന്നെ മിനിമം ആനുലാർ വിഡ്ത്ത് 0.4. പിന്നെ വയ ഡയമീറ്റർ ഒരു ഡയമീറ്റർ 0.5 ഒന്നും വേണ്ട, അതൊരു വലിയ ഡയമീറ്ററാണ്. പറയുമ്പോൾ 0.5 മില്ലിമീറ്ററേ ഉള്ളൂ, പക്ഷെ PCB കൺസിഡറേഷനിൽ വരുമ്പോഴത്തേക്ക് അതൊരു വലിയ ഡയമീറ്ററാണ്. കോപ്പർ ഹോൾ ക്ലിയറൻസ്, കോപ്പർ ടു എഡ്ജ് ക്ലിയറൻസ് 0.5 ഒന്നും വേണ്ട. കോപ്പർ ടു എഡ്ജ് ക്ലിയറൻസ് എന്ന് പറയുമ്പോൾ PCBന്റെ ഔട്ട്ലൈൻ ഉണ്ടല്ലോ, PCBന്റെ ഔട്ട്ലൈനിന്റെ എത്ര ഡിസ്റ്റൻസ് വരെ അവർ കോപ്പർ ഫില്ല് ചെയ്യണം. ഇപ്പൊ 0.25 ക്ലിയറൻസ് വെച്ച് കഴിഞ്ഞാൽ ഒരു 0.25 ഡിസ്റ്റൻസ് വിടും അവർ. ആ ഒരു 0.25 മീൻസ് PCBയുടെ ഏറ്റവും അറ്റം വരെ ഇവർ കോപ്പർ ഫില്ല് ചെയ്യത്തില്ല. ഒരു 0.25 മില്ലിമീറ്റർ ഡിസ്റ്റൻസ് വെച്ചിട്ടേ ഇവർ എന്ത് ചെയ്യത്തുള്ളൂ, ഈ കോപ്പർ ഫില്ല് ചെയ്യത്തുള്ളൂ. സോ ഇത്രയും കാര്യങ്ങൾ സെറ്റ് ചെയ്യണം. ഇത്രയും ഒരു കോപ്പറിന്റെ റീജിയൻ മാത്രം ഇമ്പോർട്ടന്റ് ആയിട്ട് ശ്രദ്ധിക്കണം. ഒന്നും 0 ആക്കി വെച്ച് കളയല്ല. അതുപോലെ കോപ്പർ ടു എഡ്ജ് ക്ലിയറൻസ് 0.5 ഒക്കെ ആയിരിക്കും കിടക്കണം. അത്രയും ഒന്നും ആവശ്യമില്ല, ശരിക്കും പറഞ്ഞാൽ 0.25 ഒക്കെ മതി. പിന്നെ പ്രീ ഡിഫൈൻഡ് സൈസസ് എന്ന് പറഞ്ഞാൽ ട്രാക്സിന്റെയും വയാസിന്റെയും സൈസസ്. അപ്പൊ ട്രാക്സിന്റെയും വയാസിന്റെ സൈസസ് ഞാൻ എന്ത് ചെയ്യും, ആദ്യം സെറ്റ് ചെയ്ത് വെക്കണം. സോ സ്റ്റാൻഡേർഡ് ആയിട്ട് യൂസ് ചെയ്യുന്ന കുറച്ച് സൈസസ് ഒരു 0.2032 മില്ലിമീറ്റർ. പിന്നെ വേറെ കുറച്ച് സൈസസ് എന്ന് പറഞ്ഞാൽ 0.254 മില്ലിമീറ്റർ യൂസ് ചെയ്യാറുണ്ട്. ഇതൊക്കെ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന കുറച്ച് സൈസസ് ആണ്. ഇപ്പം 0.3048 സൈസ് യൂസ് ചെയ്യുന്നുണ്ട്. ഇതിൽ ഏറ്റവും കോമൺലി യൂസ് ചെയ്യുന്ന 0.254 എന്ന് പറയുന്ന സൈസാണ്. നമ്മൾ വെറുതെ കണക്ഷൻസ് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ഇതൊക്കെ. ഈ 0.3 ഈ VCC പോലത്തെ മീൻസ് VCC അല്ലെങ്കിൽ 3.3 വോൾട്ട് അങ്ങനത്തെ പവർ ലൈൻസ് ഉണ്ടല്ലോ, പവർ ലൈൻസ് വരുമ്പോഴത്തേക്ക് കുറച്ചുകൂടെ ട്രേസ് വിഡ്ത്ത് നമ്മൾ എന്ത് ചെയ്യും, ട്രേസ് അല്ലെങ്കിൽ ട്രാക്ക് എന്ത് വേണമെങ്കിൽ പറയാം, ട്രേസ് വിഡ്ത്ത് കുറച്ചും കൂടെ നമ്മൾ എന്ത് ചെയ്യും, വിഡ്ത്ത് കൂട്ടും. പിന്നെ അടുത്തത് വയാസ് വരുമ്പോഴത്തേക്ക് ശ്രദ്ധിക്കേണ്ട കാര്യം, ഞാൻ ട്രേസ് വിഡ്ത്ത് എന്തുവാണ് വെച്ചേക്കുന്നത്, ഹോൾ ഡയമീറ്റർ അത് സെയിം ആയിരിക്കും. 0.2032 മില്ലിമീറ്റർ ഉള്ള ട്രേസ് വിഡ്ത്ത് ആണെങ്കിൽ ഹോൾ ഡയമീറ്ററും അത് തന്നെ ആയിരിക്കും. ടോട്ടൽ ഡയമീറ്ററും 0.46064, അതായത് ഇതിന്റെ ഒരു 2 ടൈംസ് എടുത്ത് വെക്കുന്ന പോലെ. ടോട്ടൽ ഡയമീറ്ററും ഹോൾ ഡയമീറ്ററും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് പറഞ്ഞാൽ, ഈ വയ ഇരിക്കുക എന്ന് പറഞ്ഞാൽ ലൈക്ക് ഇങ്ങനെ, വയ ഇരിക്കുക എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒരു ഇത്, പിന്നെ ഇതിന്റെ അകത്തൊരു കോപ്പർ, ഇങ്ങനെ ആയിരിക്കും ഇരിക്കുന്നത്. സോ ഹോൾ ഡയമീറ്റർ പറഞ്ഞാൽ ഈ യെല്ലോ സർക്കിൾ ഉണ്ടല്ലോ അതിന്റെ ഡയമീറ്ററാണ്. ടോട്ടൽ ഡയമീറ്റർ എന്ന് പറഞ്ഞാൽ ഈ ബ്ലാക്കിന്റെ ഡയമീറ്റർ ആണ്, ഫുൾ ബ്ലാക്കിന്റെ ഡയമീറ്റർ ആണ് ഈ ഹോൾ ഡയമീറ്റർ എന്ന് പറഞ്ഞത്. സോ അത് വേണമെങ്കിൽ ഒരു വയ വരയ്ക്കുമ്പോൾ ഞാൻ കാണിച്ചു തരാം. ഓക്കെ. പിന്നെ അടുത്തത് ഇത് 0.254 തന്നെ. ഹോൾ ഡയമീറ്റർ ഷുഡ് ബി സെയിം ആസ് ദ ട്രീ. ഓക്കെ. ഇത് 0.508. പിന്നെ അടുത്തത് 0.3048. ഇവിടെ 0.3048.
അതിൻ്റെ ഒരു 2 times 0.6096. സോ ഇത്രയും സെറ്റ് ചെയ്യണം. നമ്മുടെ കേസിൽ ട്രാക്സ് വേണം, വയാസ് വേണം. ഡിഫറൻഷ്യൽ പേയേഴ്സ് എന്ന് പറയുന്ന കോൺസെപ്റ്റ് ഉണ്ട്. അത് ആക്ച്വലി ഇമ്പിഡൻസ് മാച്ചിങ് കുറച്ചുകൂടെ ഒരു ഹയർ ലെവൽ കോൺസെപ്റ്റ് ആണ്. ഞാൻ നേരത്തെ ക്യാനിനെ കുറിച്ച് പറഞ്ഞു, ക്യാൻ പ്രോട്ടോകോൾ, അതുപോലെ RS410, അങ്ങനെ കുറച്ച് പ്രോട്ടോകോൾസിൽ എന്ത് ചെയ്യണം, ഡിഫറൻഷ്യൽ പേയേഴ്സ് നമ്മൾ യൂസ് ചെയ്യും. ക്യാനിൽ ക്യാൻ എച്ച്, ക്യാൻ എച്ച്, ക്യാൻ എൽ എന്ന് പറഞ്ഞ രണ്ട് സംഭവം. ഇത് രണ്ടിന്റെ ഇടയ്ക്ക് രണ്ടിൽ അഫക്ട് ചെയ്യുന്ന നോയ്സ് സെയിം ആയിരിക്കണം. സോ അവിടെ നമ്മൾ നോർമൽ ട്രാക്സ് യൂസ് ചെയ്തിട്ട് അതിന് ഒരു ഡിഫറൻഷ്യൽ പേയേഴ്സ് ആയിരിക്കും യൂസ് ചെയ്യുന്നത്. അത് ഇപ്പം തൽക്കാലത്തേക്ക് വിടാം. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ചടങ്ങ് കഴിഞ്ഞു. ഇനി അടുത്തത് നോക്കേണ്ട ഇത് ഗ്രിഡ്. നേരത്തെ സ്കീമാറ്റിക് വരച്ചപ്പോഴും ഞാൻ ഗ്രിഡ് വളരെ ഇമ്പോർട്ടൻറ്റ് കോൺസെപ്റ്റ് ആണെന്ന് പറഞ്ഞു. ഇവിടെ വരുമ്പോഴും ഗ്രിഡിന്റെ കോൺസെപ്റ്റ് ഭയങ്കര ഇമ്പോർട്ടൻസ് കൊടുക്കണം. ഗ്രിഡ് നമ്മൾ ഒരു ഗ്രിഡ് സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ആ ഗ്രിഡ് ആയിരിക്കണം ത്രൂ ഔട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. സോ ഇവിടെ നമ്മൾ പൊതുവെ യൂസ് ചെയ്യുന്ന ഗ്രിഡ് എന്ന് പറയുമ്പോൾ ഈ 0.011 mm ഉണ്ടല്ലോ, 0.39 mils, ഈ ചെറിയ ഗ്രിഡ് ആയിരിക്കും യൂസ് ചെയ്യുന്നത്. ഇത് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ 0.250 യൂസ് ചെയ്താലും കുഴപ്പമൊന്നുമില്ല. പക്ഷേ നമ്മൾ ഏത് ഗ്രിഡാണോ, ഹയർ ഗ്രിഡ്സിലോട്ട് പോകേണ്ട, ഏറ്റവും മിനിമം ഗ്രിഡിൽ തന്നെ ഇരിക്കട്ടെ. ആ ഗ്രിഡ് ഏത് ഗ്രിഡാണോ ഞാൻ സെറ്റ് ചെയ്ത് വെക്കുന്നത്, ആ ഗ്രിഡിൽ തന്നെ ഞാൻ എന്ത് ചെയ്യണം, ത്രൂ ഔട്ട് കണ്ടിന്യൂ ചെയ്യണം. ഗ്രിഡ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റാൻ പാടില്ല. ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആണല്ലോ. ഇനി അടുത്ത കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് ആ PCBന്റെ അകത്തുള്ള കമ്പോണൻസിനെ ഇതിൻ്റെ അകത്തോട്ട് ഇമ്പോർട്ട് ചെയ്യണം. സോ അതിനുവേണ്ടി എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഈ ഒരു ബട്ടൺ ഉണ്ടല്ലോ, അപ്ഡേറ്റ് PCB ഫ്രം സ്കീമാറ്റിക് എന്ന് പറഞ്ഞ് ഇവിടെ ഈ ഒരു എന്തെങ്കിലും പറയുന്നത് ഒരു റെഡ് ആരോ വെച്ച് ഇവർ അങ്ങോട്ടും ഇങ്ങോട്ട് കാണിച്ചിട്ടുണ്ട്. ഈ അപ്ഡേറ്റ് സ്കീമാറ്റിക് PCB ഫ്രം സ്കീമാറ്റിക് ഇതിൽ ക്ലിക്ക് ചെയ്യുക. ഇതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവർ കുറച്ച് വാർണിങ്സും കാര്യങ്ങളൊക്കെ, ഇവിടെ ഒരു വാർണിങ്സ് ഇല്ല, ഒരു എറർ കാണിക്കുന്നുണ്ട്. ആ എറർ എന്ന് പറയുമ്പോൾ ഞാൻ Y1ന്റെ എന്താ പറയുന്നത് ഫുട് പ്രിന്റ് അസൈൻ ചെയ്ത് കൊടുത്തില്ല, അതൊരു എറർ ആയിട്ടാണ് ഇവർ കാണിക്കുന്നത്. സോ ഇത് ആക്ച്വലി നമ്മുടെ ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിന് വേണ്ടി നമ്മൾ എന്തെങ്കിലും മിസ് ഔട്ട് എന്ന് അറിയാൻ വേണ്ടി ജസ്റ്റ് ഒന്ന് സ്ക്രോൾ ചെയ്ത് നോക്കുക. ഇതിൻ്റെ അകത്ത് ഒരു എറർ മാത്രമേ കാണിക്കുന്നു. അതിപ്പോൾ ഞാൻ മനഃപൂർവ്വം കാണിച്ച ഒരു എറർ ആയിട്ട് എനിക്ക് ഇഗ്നോർ ചെയ്യാം. അപ്ഡേറ്റ് PCBന്റെ അകത്ത് കൊടുക്കുക, വരുമ്പോഴത്തേക്ക് കമ്പോണൻസ് എല്ലാം ഇനി വരും. ഇതാണ് നമ്മുടെ കമ്പോണൻസ്. ഇത്രയും കമ്പോണൻസ് ആണ് നമുക്കുള്ളത്. റൈറ്റ്, ഇത്രയും കമ്പോണൻസ് ആണുള്ളത്. ഇനി നമ്മൾ അടുത്തതെല്ലാം ചെയ്യാൻ പോകുന്നത് ഫ്രണ്ട് കോപ്പർ ലെയറിലായിരിക്കും വരുന്നത്. അപ്പം ഞാൻ കമ്പോണൻസ്, അപ്പം ഇതാണ് നമ്മുടെ ഞാൻ നേരത്തെ അത് എഡ്ജ് കട്ടിൽ തന്നെ കൊണ്ടുവച്ചു. ഫ്രണ്ട് കോപ്പർ സെലക്ട് ചെയ്തിട്ട് കമ്പോണൻസിനെല്ലാം കൊണ്ട് വെക്കുക. ഒക്കെ കമ്പോണൻസ് എല്ലാം ഇവിടെ വന്നിരിക്കും. ഓക്കെ, നൗ ഇപ്പം എന്ത് ഔട്ട്ലൈൻ വരച്ചു, സെറ്റിങ്സ് എല്ലാം ചേഞ്ച് ചെയ്തു, കമ്പോണൻസ് എല്ലാം അവിടെ നിന്ന് ഇങ്ങോട്ട് കൊണ്ടുവന്നു. ഇനി വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഈ നമ്മൾ ഇനീഷ്യലി കീപാഡ് ഓപ്പൺ ചെയ്ത് വരുമ്പം ഇങ്ങനെ ആയിരിക്കും ഈ സെലക്ഷൻ ഫിൽറ്റർ കിടക്കുന്നത്. റൈറ്റ് ബോട്ടമിൽ ഈ സെലക്ഷൻ ഫിൽറ്റർ കണ്ടോ, ഇങ്ങനെ ആയിരിക്കും ഇത് കിടക്കുന്നത്. ഇത് ഓൾ ഐറ്റംസ് ഒരിക്കലും സെലക്ട് ചെയ്ത് വെക്കല്ല്. ഇറ്റ്സ് സേഫർ ടു കീപ് ദം അൺസെലക്റ്റഡ്. എന്നിട്ട് നമുക്ക് ആവശ്യമുള്ള ഏതാണോ അതിനെ മാത്രം സെലക്ട് ചെയ്യും. ഇവിടെ എനിക്ക് ഇപ്പം ഓൾ ഐറ്റംസ് വെച്ചുള്ള പ്രശ്നം എന്ന് പറയുമ്പോൾ ഇപ്പം ലാർജർ PC മൾട്ടിപ്പിൾ കമ്പോണൻസ് വരുമ്പോഴത്തേക്ക് ചിലപ്പോൾ നമുക്ക് അറിയാതെ തന്നെ എന്തെങ്കിലുമൊക്കെ അറിയാതെ ഡിലീറ്റ് ആയി പോകും. ഓൾ ഐറ്റംസ് സെലക്റ്റഡ് ആണ്. നമ്മൾ ഫുട് പ്രിന്റ് ഡിലീറ്റ് ചെയ്യാൻ പോകുമ്പോൾ ട്രേസും കൂടെ ഡിലീറ്റ് ആവും, അല്ലെങ്കിൽ ട്രേസ് ഡിലീറ്റ് ചെയ്യുമ്പോൾ ഫുട് പ്രിന്റും കൂടെ ഡിലീറ്റ് ആവും. സോ ആ ഒരു പ്രശ്നങ്ങളൊക്കെ അവോയ്ഡ് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യും, ഓൾ ഐറ്റംസ് സെലക്ട് ചെയ്യത്തില്ല. അതിന് വരെ നമ്മൾ അത് അൺസെലക്ട് ചെയ്ത് വെച്ചിട്ട് നമ്മൾ ഇൻഡിവിജ്വൽ സെലക്ഷൻ, നമുക്ക് ഏതാണോ ആവശ്യമുള്ള അത് സെലക്ട് ചെയ്യും. ഓക്കെ, ഞാൻ ഇവിടെ ഒരു സ്റ്റെപ്പ് മറന്നു. ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു സോൺ ഫില്ല് ചെയ്യണം, ഇനീഷ്യലി എല്ലാം ഗ്രൗണ്ട് ചെയ്ത് വെക്കണം എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റ് ഉണ്ടായിരുന്നു. അത് സോൺ ഫില്ല് ചെയ്യുമെന്ന് പറയും. അപ്പം അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ഈ സോൺ ഫില്ല് ചെയ്യാൻ വേണ്ടി ഇവിടെ ഒരു ബട്ടൺ ഉണ്ട്, ആഡ് ഫിൽഡ് സോൺ എന്ന് പറഞ്ഞു. സോ ഈ ഒരു ഫിൽഡ് സോണിന് ഈ ബട്ടൺ യൂസ് ചെയ്താണ് ഞാൻ എന്ത് ചെയ്യാൻ പോകുന്നത്, സോൺ ഫില്ല് ചെയ്യാൻ പോകുന്നത്. സോ ഇനീഷ്യലി ഞാൻ എന്ത് ചെയ്യണം, PCBയിൽ എത്ര ലെയേഴ്സ് ഉണ്ടോ അത്രയും ലെയേഴ്സിനെ എന്ത് ചെയ്യണം, ഗ്രൗണ്ട് ചെയ്യണം. സോ സോൺ, അപ്പോൾ ഇങ്ങനെ ഒരു ഇത് വരും. അപ്പോൾ ഈ ഔട്ട്ലൈനിന്റെ ചുറ്റും ഞാൻ എന്ത് ചെയ്യണം, ഇത് വരയ്ക്കണം. സോ ഇങ്ങനെ ഒരു ടാബ് വരും. ഇതിൻ്റെ അകത്ത് ഫ്രണ്ട് കോപ്പറും ബോട്ടം കോപ്പറും എനിക്ക് ഗ്രൗണ്ട് ആയിട്ട് തന്നെ വേണം. ഇവിടെ GND സെലക്ട് ചെയ്യണം, ഗ്രൗണ്ട്. ഇവിടെ GNDനെ സെലക്ട് ചെയ്യാം, എർത്ത് സെലക്ട് ആവും, എർത്ത് യൂസ് ചെയ്യാം, രണ്ട് യൂസ് ചെയ്യാം, കുഴപ്പമൊന്നുമില്ല. എർത്ത് യൂസ് ചെയ്യാം. എന്നിട്ട് ഇവിടെ തെർമൽ റിലീഫ്സിന് പകരം റിലീസ് ഫോർ PTH എന്ന് വെക്കണം. PTH എന്ന് പറഞ്ഞാൽ എന്താന്ന് പറഞ്ഞാൽ പ്ലേറ്റഡ് ത്രൂ ഹോൾസ് ആണ്. സോ ഇത് ബേസിക്കലി സോളിഡ് ഫില്ല് ചെയ്താലും കുഴപ്പമില്ല. സോളിഡ് വരുമ്പോഴത്തേക്ക് ഈ നമുക്ക് എന്തെങ്കിലും ത്രൂ ഹോൾസ് ഒക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ ഫുള്ളായിട്ടൊന്ന് ഫില്ല് ആവും. സോ ഒരു കാണാൻ ഒരു ഡിസൈൻ ഒന്നും ലുക്ക് വരത്തില്ല. സോ അതിനുവേണ്ടി റിലീസ് ഫോർ PTH തന്നെ വെക്കും. പിന്നെ ഓക്കെ, അപ്പം ഇത് കഴിഞ്ഞിട്ട് ഞാൻ എന്ത് ചെയ്യണം, ഈ ഔട്ട്ലൈനിന്റെ ചുറ്റും ഞാൻ വരയ്ക്കും. ഓക്കെ, ഇനി സോൺ വരയ്ക്കുമ്പോൾ ശ്രദ്ധിക്കണം, ഒരിക്കലും ഗ്യാപ്സ് വരാൻ പാടില്ല. അപ്പം നമ്മൾ നല്ല സൂം ഇൻ ചെയ്ത് തന്നെ ഈ സോണ് ഇതായിട്ട് കണക്ട് ചെയ്യണം. ഇവിടെ ഇത്രയും ഒരു സ്ഥലത്ത് സോൺ ഫില്ലാവും.
അപ്പം സോൺ പ്രത്യേകിച്ച് നമ്മൾ ഷേപ്പും കാര്യങ്ങളൊന്നും ഇവിടെ നോക്കേണ്ട കാര്യമൊന്നുമില്ല. സോൺ ഫില്ലാവും. ഇത് ഫില്ലായോ ഇല്ലയോ എന്ന് അറിയാൻ വേണ്ടി ബി യൂസ് ചെയ്യാം. അപ്പൊ ബി യൂസ് ചെയ്ത് കഴിഞ്ഞാൽ സോൺ ഫില്ലിങ്, ഫുൾ ഏരിയ സോൺ ഫില്ലായി. ഇതാണ് ഇതിന്റെ മീനിങ്. കണ്ടോ, ടോപ്പ് ലെയറും ബോട്ടം ലെയറും ഫുൾ സോൺ കൊണ്ട് ഫില്ല് ചെയ്തു. അപ്പൊ ബി വെച്ച് നമുക്കത് മനസ്സിലാക്കാൻ പറ്റും. കൺട്രോൾ ബി അടിച്ചാൽ ആ ഒരു ഫില്ലിങ്ങിന്റെ ഇത് പോകും. ഇനി അടുത്ത ഒരു സംഭവം കൂടെ ചെയ്യണം. അടുത്ത സംഭവം എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞു നമുക്ക് PNP എന്ന് പറയുന്ന ഒരു എക്സൽ ഷീറ്റ് നമ്മൾ എപ്പോഴും നമ്മൾ എന്ത് ചെയ്യും, എക്സ്പോർട്ട് ചെയ്യും അറ്റ് ദ ലാസ്റ്റ്. സോ ഈ PNPന്റെ അകത്ത് ആ കമ്പോണൻസിന്റെ ലൊക്കേഷൻ ആയിരിക്കും PNP. അപ്പം നമ്മൾ അതിന് കമ്പോണൻസിന്റെ ലൊക്കേഷന് വേണ്ടി ഒരു റെഫറൻസ് നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കുന്നതാണ് എപ്പോഴും നല്ലത്. ഇപ്പൊ സെറ്റ് ചെയ്തില്ലെങ്കിൽ കീകാർഡ് ഓട്ടോമാറ്റിക്കലി ഏതെങ്കിലും ഒരു റെഫറൻസ്, ഏതെങ്കിലും ഒരു പോയിന്റിന് ഒറിജിൻ ആയിട്ട് ഒരു പോയിന്റിനെ പഠിച്ച് ഒറിജിൻ ആക്കും. അത് വെച്ചായിരിക്കും ആ കമ്പോണൻസിന്റെ എല്ലാം പൊസിഷൻ ഡിറ്റർമിൻ. പക്ഷെ അതിലും നല്ല പ്രാക്ടീസ് എന്ന് പറയുമ്പോൾ നമ്മൾ എപ്പോഴും എന്ത് ചെയ്യണം, ഒരു എന്താ പറയുക ഒറിജിൻ നമ്മൾ തന്നെ സെലക്ട് ചെയ്ത് കൊടുക്കണം. സോ ഇവിടെ ഒരു കേസിൽ ഞാൻ ഈ അറ്റം ഒരു ഒറിജിൻ ആക്കി എടുക്കുന്നു. അപ്പൊ എന്ത് ചെയ്യണം, ഡ്രിൽ ഓർ പ്ലേസ് ഫയൽ ഒറിജിൻ, പിന്നെ ഗ്രിഡ് ഒറിജിൻ, ഈ രണ്ട് കാര്യം ഒരേ പൊസിഷനിൽ തന്നെ ഈ രണ്ട് കാര്യങ്ങളും പ്ലേസ് ചെയ്യണം. ഒന്നും കൂടെ ഞാൻ പറയാം. പ്ലേസിൽ പോവാ, ഡ്രിൽ ഓർ പ്ലേസ് ഒറിജിൻ്റെ അവിടെ പോവാ. ഈ കോർണർ ഞാൻ ഇപ്പൊ തൽക്കാലം ഒറിജിൻ ആക്കണം. ഈ കോർണർ തന്നെ വേണമെന്നില്ല, ഏതെങ്കിലും ഒരു കോർണർ എടുക്കുമോ സെന്റർ എടുക്കുമോ എന്ത് വേണമെങ്കിലും എടുക്കാം. പക്ഷെ നമ്മൾ അറിയണം നമ്മൾ ഇതാണ് ഒറിജിൻ സെറ്റ് ചെയ്ത് കൊടുത്തത് നമ്മൾ അറിഞ്ഞിരിക്കണം. ഇത് ക്ലിക്ക് ചെയ്യുക. അപ്പൊ ഇവിടെ ഇങ്ങനെ ഒരു റെഡ് കളർ സംഭവം കയറി വരും. എന്നിട്ട് വീണ്ടും പ്ലേസിൽ പോവാ, ഗ്രിഡ് ഒറിജിൻ അതേ പൊസിഷനിൽ തന്നെ, ഡ്രിൽ എവിടെ വെച്ചത് അതേ പൊസിഷനിൽ തന്നെ വെക്കുക. നമ്മൾ ഇവിടെ കൊണ്ടുവെക്കുമ്പോൾ തന്നെ അത് ഓട്ടോമാറ്റിക്കലി കീക്കായിട്ട് ലോക്ക് ചെയ്തോളും. ക്ലിക്ക് ചെയ്യുക. അപ്പൊ ഡ്രിൽ ഒറിജിനും ഗ്രിഡ് ഒറിജിനും അതായി. അപ്പൊ ഇതായിരിക്കും നമ്മുടെ ഇനി കമ്പോണൻസ് പ്ലേസ് ചെയ്യുമ്പോൾ ഇതായിരിക്കും നമ്മുടെ റെഫറൻസ് പോയിന്റ്. സോ ഔട്ട്ലൈൻ സെറ്റ് ചെയ്തു, സെറ്റിംഗ്സ് കഴിഞ്ഞു, സോൺ ഫില്ല് ചെയ്തു, ഒറിജിൻ ഫിക്സ് ചെയ്തു. ഇത്രയും കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കമ്പോണൻസ് കൊണ്ടുവരാം. അപ്പൊ കമ്പോണൻസ് വരും. ഇനി ഈ കമ്പോണൻസ് ശ്രദ്ധിച്ച് നോക്കി, ഇത് നല്ല അടുപ്പിച്ചായിരിക്കും കമ്പോണൻസ് വന്നിരിക്കുന്നത്. ഒരിക്കലും എന്ത് ചെയ്യത്തില്ല, ഇവർ പ്ലേസ് ചെയ്ത് തരത്തില്ല. ഓട്ടോമാറ്റിക് പ്ലേസിംഗ് ഉണ്ട്, പക്ഷെ അത് നമുക്ക് സൗകര്യം പോലെ ആയിരിക്കും ഇതിന്റെ പ്ലേസിംഗ് ഇരിക്കുന്നത്. സോ എന്ത് ചെയ്യണം, നമ്മൾ മാനുവലി പ്ലേസ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. ഫോർ ദാറ്റ് പർപ്പസ് ഐ മാനുവലി പിക്ക് ആൻഡ് പ്ലേസ് ഈച്ച് ആൻഡ് എവറി കമ്പോണന്റ്. ഓക്കെ. സോ ഇപ്പം എനിക്ക് ചിപ്പ് ഇവിടെ വേണ്ട, ഇവിടെ കൊണ്ടുവെക്കാം. ഇവിടെ ചിപ്പിന് ഇങ്ങോട്ട് മാറ്റാം, ചിപ്പിനെ വേറെ എവിടെയെങ്കിലും വെക്കണമെങ്കിൽ വേറെ. അപ്പൊ നമ്മൾ എപ്പോഴും ഏറ്റവും റെലവെന്റ് ആയിട്ടുള്ള കമ്പോണൻസ്, ഈ കമ്പോണന്റ് പ്ലേസിംഗ് ചെയ്യുമ്പോൾ ശ്രദ്ധിച്ചാൽ മതി. ഈ ലൈൻസ് ഉണ്ടോ, ഈ ഗ്രീൻ കളർ ലൈൻസ്, ഇത് ആക്ച്വലി ആ കണക്ഷൻ തന്നെയാണ് കാണിക്കുന്നത്. ഈ ബൂട്ട് 0 മണ്ടയ്ക്കൂടെ ഒരു ലൈൻ പോകുന്നു. ഇത് ബൂട്ട് 0 ഈ ഒരു റെസിസ്റ്ററായിട്ട് ഈ ഒരു പോയിന്റ് ആയിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട് എന്നാണ് കാണിക്കുന്ന ഈ ലൈൻസ് മാക്സിമം ഇങ്ങനെ ക്രിസ് ക്രോസ് ആവാത്ത രീതിയിൽ കമ്പോണൻസ് പ്ലേസ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ അത്രയും നല്ലത്. സോ ആ ഒരു രീതിയിലായിരിക്കും നമ്മൾ കമ്പോണൻസ് പ്ലേസ് ചെയ്യുന്നത്. സോ ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. നല്ല സമയം എടുത്ത് തന്നെ ചെയ്യേണ്ട ഒരു കാര്യമാണ് ഈ കമ്പോണൻസ് പ്ലേസ് ചെയ്യുന്നത്. ഈച്ച് ആൻഡ് എവറി കമ്പോണന്റ്, അതായത് എത്ര റെസിസ്റ്റർ ഉണ്ടോ ആ റെസിസ്റ്റേഴ്സിനെ ഈച്ച് ആൻഡ് എവറി കമ്പോണന്റ് പ്ലേസ് ചെയ്യണം. ഓക്കെ. ഇനി കമ്പോണൻസ് പ്ലേസ് ചെയ്യുന്ന സമയത്ത് ഓൾ ഐറ്റംസ് ഫുട് പ്രിന്റ്സ് മാത്രം സെലക്ട് ചെയ്യുക. കാരണം ഇത് ന്റെ ഫുട് പ്രിന്റ്, ആ ചിപ്പ് STM32 എന്ന് പറയുന്ന ചിപ്പിന്റെ ഫുട് പ്രിന്റ്. അപ്പൊ ഇത് എടുത്തു കഴിഞ്ഞാൽ ഈ ഫുട് പ്രിന്റ് സെലക്ട് ചെയ്യണം. ഫുട് പ്രിന്റ് ക്ലിക്ക് ചെയ്യുക, ഇതിനങ്ങോട്ട് കിട്ടും. പിന്നെ ഇതിൻ്റെ അകത്ത് നെസസറി അല്ലാത്ത ഇതുണ്ടല്ലോ ലെയേഴ്സ്, ഇതിനെയൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ക്ലോസ് ചെയ്യാൻ പറ്റും. ഇപ്പൊ user 1, user 3, user 4, user 6 എന്നൊക്കെ പറഞ്ഞ് ഇതൊക്കെ ആക്ച്വലി എന്തെന്ന് പറയുന്നത് നോട്ട് നെസസറി ലെയേഴ്സ്. ദീസ് ആർ നോട്ട് നെസസറി ലെയേഴ്സ്. അതുപോലെ ഈ സിൽ സ്ക്രീൻ ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ അനാവശ്യമായിട്ട് നമ്മൾ ഈ എഴുതി കാണിക്കുന്നതൊക്കെ പോയി കിട്ടും. സോ ആവശ്യമുള്ളപ്പോൾ അത് വെച്ചാൽ മതി. ഇപ്പൊ തൽക്കാലം ആവശ്യമില്ല അതിനെക്കുറിച്ച്. സോ അത് എപ്പോഴും ശ്രദ്ധിക്കേണ്ട എഡ്ജ് കട്ട് ലെയർ ഓൺ ആയിരിക്കണം. പിന്നെ ബാക്കിയുള്ള ലെയേഴ്സ് ക്ലോസ് ചെയ്താലും കുഴപ്പമൊന്നുമില്ല. എഡ്ജ് കട്ട് ലെയർ ഓൺ ആയിരിക്കണം. എഡ്ജ് കട്ട് ലെയറും ഫാബ് ലെയറും കോർട്ട്യാർഡ് ലെയറും ഓൺ ആക്കി വെച്ചേക്കണം. ഓക്കെ. എഡ്ജ് കട്ട് ലെയറും കോർട്ട്യാർഡ് ലെയറും ഓൺ ആക്കി വെച്ചേക്കണം. എഡ്ജ് കട്ട് ലെയർ പിന്നെ കോപ്പർ ലെയേഴ്സ് ഓൺ ആയിരിക്കണം. ഇത്രയും ലെയേഴ്സ് നിർബന്ധമായിട്ട് ഓൺ ആക്കി വെക്കണം. കോർട്ട്യാർഡ് ലെയേഴ്സ്, എഡ്ജ് കട്ട് ലെയർ, കോപ്പർ ലെയർ. ഓക്കെ. ഇനി ഞാൻ ഈ 2-3 കമ്പോണൻസ് ജസ്റ്റ് ഒന്ന് പ്ലേസ് ചെയ്ത് കാണിക്കാം. ഫോർ എക്സാമ്പിൾ ഞാൻ ഈ STM ഞാൻ വെറുതെ പ്ലേസ് ചെയ്യുവാണ്. ഞാൻ ഇത് വൃത്തി കാര്യങ്ങളൊന്നും നോക്കുന്നില്ല. സോ വെറുതെ പ്ലേസ് ചെയ്യും. ഇനി അടുത്ത ഞാൻ പ്ലേസ് ചെയ്യാൻ പോകുന്ന ഒരു ഡീകപ്ലിംഗ് കപ്പാസിറ്ററിനെയാണ്. സോ ഇവിടെ ഒരു ഡീകപ്ലിംഗ് കപ്പാസിറ്റർ ഇവിടെ ഇതൊരു കപ്പാസിറ്റർ ആണോ അല്ലയോ എന്ന് അറിയാൻ വേണ്ടി എന്ത് ചെയ്യാൻ പറ്റും, ഈ കമ്പോണന്റിനെ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഈ സ്കീമാറ്റിക്കിന്റെ ബട്ടൺ സ്വിച്ച് ടു സ്കീമാറ്റിക് എടുക്കുക. ഇതിലോട്ട് പോയാൽ ഈ കമ്പോണന്റ് ഹൈലൈറ്റ് ചെയ്ത് കാണിച്ചു തരും.
ആണ് ഒരു കപ്പാസിറ്റർ ആണെന്ന് എനിക്ക് മനസ്സിലായി, ഒരു ഡീകപ്ലിംഗ് കപ്പാസിറ്റർ ആണെന്ന് എനിക്ക് മനസ്സിലായി. വീണ്ടും തിരിച്ചു പോവാം. എന്നിട്ട് ഒരു ഡീകപ്ലിംഗ് കപ്പാസിറ്റർ പ്ലേസ് ചെയ്യുമ്പോൾ ഈ കപ്പാസിറ്റർ പ്ലേസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം, ഈ കപ്പാസിറ്റർ നമ്മൾ മാക്സിമം എത്ര അടുത്ത് കൊണ്ടുവെക്കാൻ പറ്റുമോ അത്രയും അടുത്ത് കൊണ്ടുവെക്കണം. അടുത്തെന്ന് പറഞ്ഞാൽ മണ്ടയ്ക്ക് കൊണ്ടുവെക്കാനോ അല്ല ഞാൻ ഉദ്ദേശിച്ചത്. അറ്റ്ലീസ്റ്റ് ഒരു 0.5 മില്ലിമീറ്ററിന്റെ ഡിസ്റ്റൻസ് അല്ലെങ്കിൽ 1 മില്ലിമീറ്ററിന്റെ ഡിസ്റ്റൻസ് വെച്ച് ഈ കപ്പാസിറ്ററിനെ ഞാൻ എന്ത് ചെയ്യണം, പ്ലേസ് ചെയ്യണം. അപ്പൊ ഞാൻ കപ്പാസിറ്ററിനെ ഇവിടെ പ്ലേസ് ചെയ്യുമെന്ന് വെച്ചു. എല്ലാ ഡീകപ്ലിംഗ് കപ്പാസിറ്ററും ഇതുപോലെ ആയിരിക്കണം. ഡീകപ്ലിംഗ് കപ്പാസിറ്ററും ചിപ്പും തമ്മിൽ ഒരുപാട് ഡിസ്റ്റൻസ് പാടില്ല. ഇറ്റ് ഷുഡ് ബി ആസ് ക്ലോസ് ആസ് ഇസ്. കാരണം ഈ ഡീകപ്ലിംഗ് കപ്പാസിറ്റർ മെയിൻ യൂസ് തന്നെ എന്താണ്, നോയ്സിനെ ഫിൽട്ടർ ചെയ്തെടുക്കുവാനാണ്. അപ്പൊ അതിന് ദൂരെ പോയി കഴിഞ്ഞാൽ അത് ആ ഒരു യൂസ് ഇതിന് വരത്തില്ല. സോ അത്ര നോയ്സ് കയറി അടിക്കും. സോ അങ്ങനെ ഒരു പ്രശ്നം അവോയ്ഡ് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യും, കപ്പാസിറ്റേഴ്സ് എപ്പോഴും ഡീകപ്ലിംഗ് കപ്പാസിറ്റേഴ്സ് എപ്പോഴും നമ്മൾ എന്ത് ചെയ്യും, ആസ് ക്ലോസ് ആസ് പോസിബിൾ പ്ലേസ്. ആസ് ക്ലോസ് ആസ് പോസിബിൾ എന്ന് പറഞ്ഞാൽ ഭയങ്കര അടുത്ത് കൊണ്ട് വെച്ചുകൊണ്ടും കളയല്, ഭയങ്കര അടുത്തൊന്നും കൊണ്ട് വെച്ച് കളയല്, വെച്ച് മൂവ് ചെയ്യാം. ഇത്ര അടുത്തൊന്നും വെക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒരു 0.5 അല്ലെങ്കിൽ 1 മില്ലിമീറ്റർ ഡിസ്റ്റൻസിൽ. ഇപ്പം ഡിസ്റ്റൻസ് അറിയാണെങ്കിൽ ഇവിടെ ഒരു അലൈൻ സ്കെയിൽ വെച്ച് യൂസ് ചെയ്യാം. ഇത് വെച്ച് ഡിസ്റ്റൻസ് 3 മില്ലിമീറ്റർ ആണ് യൂസ് ചെയ്തത്. അപ്പൊ 3 മില്ലിമീറ്റർ അതിലും അടുത്ത് കൊണ്ട് വെക്കാം. ഓക്കെ, സോ ഇത് ഈ ഒരു ഫോർമാറ്റിലായിരിക്കും ഡീകപ്ലിംഗ് കപ്പാസിറ്റേഴ്സ് പ്ലേസ് ചെയ്യും. ഇനി ഡീകപ്ലിംഗ് കപ്പാസിറ്റർ പ്ലേസ് ചെയ്തു. ഇതുപോലെ ഞാൻ എല്ലാം കമ്പോണൻസ്, ഇപ്പൊ തൽക്കാലം ടൈം ഇല്ലാത്തത് ഞാൻ ബാക്കി കമ്പോണൻസ് ഒന്നും പ്ലേസ് ചെയ്യുന്നില്ല. ഈ ഒരു കപ്പാസിറ്റർ മാത്രമേ ഞാൻ പ്ലേസ് ചെയ്യുന്നുള്ളൂ. ഈ കപ്പാസിറ്റർ ഞാൻ പ്ലേസ് ചെയ്തു. ഈ കപ്പാസിറ്ററിന് ഞാൻ എന്ത് ചെയ്യും, കണക്ഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യണം. കണക്ഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ വേണ്ടി ഞാൻ എന്ത് ചെയ്യും, ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഇവിടെ ട്രാക്ക് വന്നല്ലോ, ഈ ട്രാക്കും വയറുടെയും നമ്മളൊരു ഡീഫോൾട്ട് ഇത് സെറ്റ് ചെയ്ത് വെക്കണം. ഓക്കെ, ഈ ഒരു ഡീഫോൾട്ട് നമ്മൾ എന്ത് ചെയ്യണം, സെറ്റ് ചെയ്ത് വെക്കണം. സോ ട്രാക്ക് ഞാൻ യൂസ് ചെയ്യുന്നത് 0.254 വയർ. ഇപ്പൊ ട്രാക്ക് ഞാൻ 0.254 ട്രാക്കാണ് യൂസ് ചെയ്യുന്നതിന് വയർ 0.254 തന്നെ സെറ്റ് ചെയ്ത് വെക്കുന്നതാണ് നല്ലത്. അതിന്റെ റീസൺ എന്താ ഞാൻ പറയാം. ഇപ്പോൾ ട്രാക്ക് ഞാൻ എന്നിട്ട് ഞാൻ എന്ത് ചെയ്യും, ഈ പാഡിന്റെ മണ്ടയ്ക്ക് വരും. എന്നിട്ട് എക്സ് എന്ന് പറയുന്ന ബട്ടൺ, ഒന്നെങ്കിൽ ഇവിടെ നിന്ന് ട്രാക്ക് സെലക്ട് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ പാഡിന്റെ മണ്ടയ്ക്ക് വെക്കുക, എക്സ് എന്ന് പറയുന്ന ബട്ടൺ പ്രസ് ചെയ്യുക. ഇത് ഹൈലൈറ്റ് ആയി വരും. ഇവിടെ നിന്ന് ഞാൻ ഒരു ട്രാക്ക് വരച്ചു. ഇത്രേ ഉള്ളൂ. ഈ പോയിന്റും നമ്മളൊരു കണക്ഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യും. ക്ലിയർ ആയി. ഇപ്പം ഈ അർത്ഥം നമ്മളൊരു കണക്ഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യണം. ഇവിടെ വെച്ചോ, ഇങ്ങനെ വെക്കുക. ഇനി അർത്ഥകൾ നമ്മൾ കണക്ട് ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം അതിന്റെ മെയിൻ റീസൺ, ഇപ്പം ഇവിടെ എനിക്ക് ഈ ട്രാക്ക് എനിക്ക് ഡിലീറ്റ് ചെയ്യണം. അപ്പൊ ഞാൻ ഇവിടെ പോവുക, ട്രാക്സ് സെലക്ട് ചെയ്യുക, ഈ ട്രാക്ക് എടുക്കുക, ഡിലീറ്റ്, ഈ ട്രാക്ക് എടുക്കുക, ഡിലീറ്റ്. ഇത്രേ ഉള്ളൂ. ഈ അർത്ഥ് കണക്ട് ചെയ്യേണ്ട ആവശ്യമില്ല നമ്മുടെ കേസിൽ. കാരണം എന്താണ്, ഇനീഷ്യലി തന്നെ നമ്മൾ എന്ത് ചെയ്യും, സോൺ ഫിൽ ചെയ്ത് നമ്മളിത് ഗ്രൗണ്ട് ചെയ്തു. ഇപ്പം ശരിക്കും പറഞ്ഞാൽ ഈ ബോർഡ് ഫുള്ളി ഗ്രൗണ്ട് ആണ്. ഞാൻ ഇവിടെ ബിൽഡ് ചെയ്യുമ്പോൾ കാണാൻ തന്നെ പറ്റും. അതായത് ഈ എർത്ത് എന്ന് പറയുന്ന പിന്നെ ഓൾറെഡി കണക്റ്റഡ് ആണ്. ഇറ്റ്സ് ലൈക്ക് ഫുള്ളി ഗ്രൗണ്ടഡ് ഒരു പ്ലെയിനിലാണ് ഇരിക്കുന്നത്. സോ നമ്മൾ സെപ്പറേറ്റ്ലി ഒരു ട്രേസ് യൂസ് ചെയ്താൽ കണക്ട് ചെയ്യേണ്ട ആവശ്യമൊന്നും വരത്തില്ല. ഈ ഐലൻഡ് എന്ന് പറയുന്ന കുറച്ച് കോൺസെപ്റ്റ് ഒക്കെ ഉണ്ടാകും. അവിടെ വരുമ്പോൾ നമുക്ക് സെപ്പറേറ്റ് ട്രേസ് യൂസ് ചെയ്ത് എർത്ത് കണക്ട് ചെയ്ത് കൊണ്ടുവരേണ്ടി വരും, അല്ലെങ്കിൽ വയേഴ്സ് യൂസ് ചെയ്ത് കൊണ്ടുവരേണ്ടി വരും. അല്ലാത്ത സിറ്റുവേഷൻ ഇവിടെ തന്നെ നോക്കാം. ഈ എർത്ത് കണക്റ്റഡ് അല്ല. അതിന്റെ റീസൺ എന്ന് പറഞ്ഞാൽ ഈ എർത്ത് എന്താണ്, ഈ ചിപ്പിലായിരിക്കുന്നത്. ഇത് ആക്ച്വലി ആ ഒരു സോൺ ഫിൽ, ഈ ചിപ്പ് ഇതിനെ മണ്ടാക്കിയിരിക്കുക. സോ ഈ എർത്ത് പിൻ ഒരിക്കലും കണക്റ്റഡ് അല്ല. അപ്പൊ ഈ എർത്ത് പിൻ കണക്റ്റഡ് അല്ല, അതിന്റെ റീസൺ അതാണ്. സോ ഇപ്പൊ ഇതിനെ എനിക്ക് എന്ത് ചെയ്യണം, ഈ ഒരു പെർട്ടിക്കുലർ ഒന്നെങ്കിൽ ഞാൻ ഇവിടെ നിന്ന് എന്ത് ചെയ്യും, ഒരു ട്രേസ് വരച്ച് ഇങ്ങോട്ട് വരച്ച് കഴിഞ്ഞാൽ ഇത് ഫിൽ ആവും. അപ്പൊ ഈ ഫിൽ ഈ ഒരു ലൈൻ കണ്ടോ, ഈ ഒരു ലൈന് ഞാൻ ഇത് ഫില്ല് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് ആ ലൈൻ പോയിന്റ് എർത്ത് ചെയ്ത് കഴിഞ്ഞു എന്നാണ് അതിന്റെ അർത്ഥം. ഓക്കെ, സോ അങ്ങനെ. അപ്പം കൺട്രോൾ ബി അടിച്ചത് പോകും. ഇങ്ങനെയാണ് സംഭവം. ഇനി ലെറ്റ്സ് സേ ഞാൻ ഈ കമ്പോണന്റ് എവിടെ വരുന്നത്, ലെറ്റ്സ് സേ ഇവിടെ ഒരു കമ്പൗണ്ട് ഇരിക്കുന്നു. ഞാൻ ഇവിടെ ഒരു കമ്പൗണ്ടും കൂടെ കൊണ്ടുവെക്കുന്നു. ഓക്കെ, ലെറ്റ്സ് സേ ഇങ്ങനെ ഒരു കമ്പൗണ്ട് ഇരിക്കും. എനിക്ക് ഇതിനെ എന്ത് ചെയ്യണം, ഓക്കെ, ഇങ്ങനെ എനിക്ക് കൊണ്ടുവരാൻ പറ്റും. ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നല്ലോ നമ്മൾ 45 ഡിഗ്രിയുടെ ആംഗിളിന്റെ കോൺസെപ്റ്റ്. ഇവിടെ തന്നെ നോക്കി, ഓട്ടോമാറ്റിക്കലി തന്നെ കീക്കാഡ് അത് ഒരു ഇതിൽ വരും. നമ്മൾ ഒരിക്കലും എന്ത് ചെയ്യേണ്ട ആവശ്യം വരത്തില്ല. ഈ ഒരു ക്ലിക്ക് ചെയ്ത് 90 ഡിഗ്രി എസ്റ്റാബ്ലിഷ് ചെയ്ത് വരത്തില്ല. ജസ്റ്റ് ഒരു ട്രേസ് വലിക്കുമ്പോൾ തന്നെ അത് ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്യും, ആ ഒരു ഫോർമാറ്റിലായിരിക്കും വരുന്നത്. കണ്ടോ? സോ ഇവിടെ എനിക്ക് ഈ കണക്ഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യണമെങ്കിൽ ഞാൻ ഇങ്ങോട്ട് വരുമോ, ഓക്കെ, ഈ കണക്ഷൻ
പക്ഷേ ഈ കണക്ഷൻ ഒരു പ്രശ്നമുണ്ട്. ഈ ട്രേസ് ആണെങ്കിൽ ഈ ചിപ്പിനെ നല്ല കോണ്ടാക്ട് തന്നെ ഇരിക്കുകയാണ്. സോ ഇങ്ങനെ ഒരു ക്ലിയറൻസ് ഇല്ലെന്ന് പറയാം. സോ ഈ ക്ലിയറൻസ് ഇല്ല. അപ്പോൾ ഇങ്ങനത്തെ ഒരു പ്രശ്നങ്ങൾ അവോയ്ഡ് ചെയ്യും. അപ്പോൾ ഇങ്ങനെ ഈ കണക്ഷൻസ് ശരിക്കും പറഞ്ഞാൽ റോങ് ആണ്, പ്രശ്നങ്ങൾ ഉണ്ടാക്കാം. കാരണം ഇത് കണ്ടോ, ഇവിടെ ഒരു ക്ലിയറൻസ് ഇല്ല, നല്ല അടുത്തിരിക്കുക. ഇവിടും ക്ലിയറൻസ് ഇല്ല, നല്ല അടുത്തിരിക്കുക. സോ അങ്ങനെ ഒരു കേസ് വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും ചോദിച്ചാൽ, ഈ ഇപ്പോൾ ഒരു ട്രേസ് വരച്ച് കഴിഞ്ഞു, ആ ട്രേസിനെ ക്ലിക്ക് ചെയ്യും, എൻ്റെ ഡി പ്രസ് ചെയ്താൽ മതി. ഈ ട്രേസിനെ എനിക്ക് റീ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഡി എന്ന് പറയുന്ന ബട്ടൺ യൂസ് ചെയ്ത് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, ട്രേസസിനെ റീ അഡ്ജസ്റ്റ് ചെയ്തെടുക്കാൻ പറ്റും. ഓക്കെ, ഇനി ഞാൻ നേരത്തെ പറഞ്ഞ ഒരു വയയുടെ കോൺസെപ്റ്റ് ഞാൻ വെറുതെ റീസൺ ഒന്നും ഇല്ല, ഇവിടെ കൊണ്ട് വെക്കേണ്ട കാര്യമൊന്നുമില്ല, എന്നാൽ ഞാൻ വെറുതെ വയ എന്തോ കാണിക്കാൻ വേണ്ടി ഞാൻ ഈ ഒരു ബട്ടൺ കണ്ടോ, ആഡ് വയാസ്, ഈ ഒരു ഇത് വെച്ച് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, വയ. സോ ഞാൻ ഇവിടെ എന്ത് ചെയ്യുന്നു, ഇവിടെ ഒരു വയ പ്ലേസ് ചെയ്യും. ഓക്കെ, ഞാൻ ഇവിടെ ഒരു വയ പ്ലേസ് ചെയ്യും. വയ ഇത് ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഈ മഞ്ഞ എന്ന് പറയുമ്പോൾ ഹോൾ ഡയമീറ്റർ, ഇതിന്റെ ഫുൾ ഡയമീറ്റർ ആണ് ഞാൻ 0.5 ചെയ്ത്. 0.254 എന്ന് പറഞ്ഞാൽ ഈ മഞ്ഞയുടെ ഡയമീറ്റർ ആണ്. സോ ഈ ട്രേസിനെ ഞാൻ ഈ വയ ട്രേസിനെ എക്സ് ഞെക്കി ഓക്കെ. നേരത്തെ ഒരു പ്രശ്നം പറ്റിയെന്ന് പറയുമ്പോൾ വയാസ് ഇങ്ങനെ കൊണ്ട് പ്ലേസ് ചെയ്ത് കഴിഞ്ഞിട്ട് ട്രേസ് വരയ്ക്കാൻ നോക്കി, ഇത് വയായിട്ട് കണക്ട് ആവത്തില്ല. സോ ആ ഒരു പ്രശ്നം അവോയ്ഡ് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യും, ഈ ട്രേസ് ഇങ്ങനെ കൊണ്ടുവരും. ട്രേസ് കൊണ്ടുവരുത്തി എനിക്ക് ഇവിടെ ഒരു വയ പ്ലേസ് ചെയ്യണമെങ്കിൽ വി പ്രസ് ചെയ്താൽ മതി. ഇവിടെ ഈ ട്രേസിന്റെ ഇവിടെ ഈ പൊസിഷനിൽ ഒരു വയ വെക്കണമെങ്കിൽ ഞാൻ വി പ്രസ് ചെയ്യും. ഈ പ്രസ് ചെയ്യുമ്പോൾ ഇവിടെ ഒരു വയ വരും. ഈ വയ വന്നു കഴിയുമ്പോഴത്തേക്ക് ഞാൻ നേരത്തെ പറഞ്ഞ മീൻസ് ടോപ്പ് ലെയറിന് ബോട്ടം ലെയറിലോട്ടായിരിക്കും കണക്ഷൻ പോകുന്നത്. അപ്പൊ ഞാൻ ഇനി അടുത്ത ട്രേസ് വരയ്ക്കുമ്പോൾ ഇത് കണ്ടോ, നീല കളറിലായിരിക്കും. നീല കളർ എന്ന് പറഞ്ഞാൽ ബോട്ടം ലെയറിലോട്ടാണ്, ബോട്ടം ലെയറിൽ കൂടാണ് ഈ ട്രേസ് പോകുന്നത്. അതിന്റെ മീനിങ് ഓഫ് ദിസ് ബ്ലൂ തിങ് ഇസ് ഈ ട്രേസ് ബ്ലൂയിലോട്ട്. അപ്പൊ ഈ ട്രേസ് ഒരിക്കലും കണക്ട് ഇതൊരു കണക്ഷൻ അല്ല ശരിക്കും പറഞ്ഞാൽ. കാരണം ഈ റെഡ് കളർ ട്രേസ് എന്താണ് പറയുന്നത്, ടോപ്പ് ലെയറിൽ കൂടെ പോകും. ബ്ലൂ കളർ ട്രേസ് ബോട്ടം ലെയറിൽ കൂടെ ഒരിക്കലും എസ്റ്റാബ്ലിഷ്ഡ് അല്ല. ഇത് ബ്ലൂ ലെയറിൽ കൂടെ പോകും. ഞാൻ ഇതിന്റെ മണ്ടയ്ക്കൂടെ വേണമെങ്കിലും കൊണ്ടോ ഒരു പ്രശ്നം വരത്തില്ല. അതിന്റെ റീസൺ ഇതാണ്, ഇത് ടോപ്പ് ലെയറിൽ കൂടാണ് പോകുന്നത്, മറ്റേ റെഡ് ബോട്ടം ലെയറിൽ കൂടാണ് പോകുന്നത്. സോ ഈ പോയിന്റ് ഞാൻ ഡിലീറ്റ് ചെയ്യും. ഇനി ഞാൻ ഇവിടുന്ന് വരുന്ന ഒരു സംഭവം ബോട്ടം ലെയറിൽ വരും. ഈ ഒരു സംഭവത്തിനെ ഞാൻ ഇതിലായിട്ട് കണക്ട് ചെയ്യണം. അപ്പൊ ഞാൻ എന്ത് ചെയ്യും, ഇവിടെ വീണ്ടും വി പ്രസ് ചെയ്ത് ഒരു വയ കൊണ്ട് എസ്റ്റാബ്ലിഷ് ചെയ്യും, ഇതായിട്ട് കണക്ട് ചെയ്യും. കണ്ടാ, ഞാൻ നേരത്തെ പറഞ്ഞു. അപ്പൊ ഈ നീല പാർട്ട്, ബ്ലൂ പാർട്ട് എന്തായിരിക്കും, ബോട്ടം ലെയറിൽ കൂടെ പോകുന്ന ട്രേസ് ആണ്. ഈ റെഡ് പാർട്ട് ടോപ്പ് ലെയറിൽ കൂടെ പോകുന്ന ട്രേസ് ആണ്. ഓക്കെ, ഇത്രയും മനസ്സിലായി. അപ്പൊ ഇതാണ് വയാസ് എങ്ങനെ യൂസ് ചെയ്യും. അപ്പൊ വയാസ് ഈ കേസിൽ ഞാൻ വയാസ് ഒന്നും പ്രത്യേകിച്ച് യൂസ് ചെയ്യേണ്ട കാര്യമില്ല. കാരണം കമ്പോണൻസ് എല്ലാം പ്ലേസ് ചെയ്ത് കഴിയുമ്പോഴേ എനിക്ക് മനസ്സിലാവത്തുള്ളൂ വയാസ് യൂസ് ചെയ്യണോ വേണ്ട. കാരണം നമ്മൾ എപ്പോഴും PCB ചെയ്യുമ്പോൾ പ്ലേസ് ചെയ്യുന്നത് ഒരു പെർഫെക്റ്റ് പ്ലേസ്മെന്റ് എന്ന് പറയുമ്പോൾ മാക്സിമം വയാസ് മിനിമൈസ് ചെയ്യാൻ നോക്കണം. പക്ഷെ പറ്റത്തില്ല, ഒരു കുറെ ആകുമ്പോഴത്തേക്ക് കുറെ വയാസിന്റെ ആവശ്യമൊക്കെ വരും. എന്നാലും പറ്റുന്ന അത്രയും മാക്സിമം മിനിമൈസ് ചെയ്യാൻ നോക്കണം. ഒരു എന്താണ് പറയുന്നത്, വയാസ് വരയ്ക്കുമ്പോൾ റൂട്ട് ചെയ്യുന്ന സമയത്ത് മാക്സിമം വയാസ് എത്ര മിനിമൈസ് ചെയ്യാൻ പറ്റുമോ അത്ര മിനിമൈസ് ചെയ്യുക. ഓക്കെ. ഇനി നോക്കിയോ, ഈ കമ്പോണന്റ് ലെറ്റ്സ് സേ ഒരുപാട് കമ്പോണൻസ് എന്ന് വെച്ചു, കുറെ കമ്പോണൻസ് എനിക്ക് ടോപ്പ് ലെയറിൽ കൊണ്ട് മാത്രം എനിക്ക് കമ്പോണൻസ് ഫില്ല് ചെയ്യാം. ഇവിടെ ഈ ടോപ്പ് ലെയർ ഫുൾ കമ്പോണൻസ് ആയെന്ന് വെച്ചു. എനിക്ക് ഒരു കമ്പോണന്റിനെ ബോട്ടം ലെയറിലോട്ട് കൊണ്ടുവരണം. അതായത് ഇവിടെ കണ്ട ഈ ടോപ്പ് ലെയറിൽ ഫുൾ കമ്പോണൻസ് ഉണ്ട്. അപ്പൊ എനിക്ക് ഇവിടെ ഇനി സ്പേസ് ഇല്ല കമ്പോണൻസ് വെക്കാൻ. അപ്പൊ ഞാൻ എന്ത് ചെയ്യും, ഇവിടെ ഒരു കമ്പോണന്റ് എനിക്ക് കൊണ്ടുവെക്കണം. ലെറ്റ്സ് സേ ഈ ഒരു പൊസിഷനിൽ എനിക്ക് കമ്പോണന്റ് കൊണ്ടുവെക്കണം. അപ്പം ലെറ്റ്സ് സേ ഫോർ എക്സാമ്പിൾ ഈ ഒരു കമ്പോണന്റ്, ഈ ഒരു റെസിസ്റ്ററോ കപ്പാസിറ്റർ, ഈ ഒരു കപ്പാസിറ്ററിനെ എനിക്ക് എന്ത് ചെയ്യണം, ടോപ്പ് ലെയറിൽ വേണ്ട ബോട്ടം ലെയറിൽ കൊണ്ടുവെക്കണം. അപ്പൊ ഞാൻ എന്ത് ചെയ്യും, ഇത് വെച്ച് ഈ കപ്പാസിറ്ററിനെ സെലക്ട് ചെയ്തിട്ട് എഫ് എന്ന് പറയുന്ന
ലെയർ സെലക്റ്റഡ് ആണല്ലോ. ബോട്ടം ഫാബ്. ഓക്കെ. അപ്പോൾ ഈ എന്തെന്ന് പറഞ്ഞാൽ ഈ കമ്പോണന്റിനെ സെലക്ട് ചെയ്യുക. എഫ് എന്ന് പറയുന്ന ബട്ടൺ പ്രസ് ചെയ്യുമ്പോൾ ഇത് ബ്ലൂ കളറായി മാറും. ബ്ലൂ കളറിന്റെ മീനിങ് എന്ന് പറഞ്ഞാൽ ഈ കമ്പോണന്റ് ബോട്ടം ഇതിലായിരിക്കും വരുന്നത്, മീൻസ് ബോട്ടം ലെയറിലായിരിക്കും വരുന്നത്. കാണിച്ചു തരാം. ഇതിന്റെ 3D വ്യൂ കാണുമ്പോൾ തന്നെ മനസ്സിലാവും എന്താ ഞാൻ ഉദ്ദേശിച്ചത്. ഇതൊരു 3D വ്യൂ. ഇത് ഇങ്ങനെയാണ് 3D വ്യൂ ഇരിക്കുന്നത്. ഇത് കണ്ടോ, കമ്പോണൻസ് എല്ലാം ഇങ്ങനെയാണ് പ്ലേസ് ചെയ്തേക്കുന്നത്. ഈ മെസ്സേജ് വ്യൂ 3D വ്യൂർ. ഓക്കെ, ഇതാണ് നമ്മുടെ PCBന്റെ ഒരു 3D വ്യൂ. 3D വ്യൂ തന്നെ അറിയാം ഈ ടോപ്പിൽ ഇത്രയും കമ്പോണൻസ് പ്ലേസ് ആയി. ഇനി ഞാൻ നേരത്തെ പറഞ്ഞ ട്രേസിന്റെ കാര്യം നോക്കാം. ഓക്കെ, ഈ നേരത്തെ പറഞ്ഞ ട്രേസിന്റെ കാര്യം ഇത് കണ്ടോ, ഇവിടെ വയാസ് എസ്റ്റാബ്ലിഷ് ആയി. ഇത് ടോപ്പ് ലെയർ ഓഫ് ദ PCB ആണ്. അപ്പൊ ഈ ടോപ്പ് ലെയർ കണ്ടോ, ഇവിടെ ഈ കണക്ഷൻ ഇവിടെ വരുന്നു, ഇവിടെ. ഓക്കെ, ഈ ട്രേസ് കണ്ടോ, ഇവിടുന്ന് ട്രേസ് വരുന്നു, ഈ ഒരു പോയിന്റിൽ ഒരു ഹോൾ ക്രിയേറ്റ് ആയി. അപ്പോൾ ഹോൾ സൂം ഇൻ ചെയ്താൽ കുറച്ച് കാണാൻ പറ്റും ഈ ഹോൾ ഇങ്ങനെ പോകുന്നത്. ഈ ഒരു ഹോൾ ക്രിയേറ്റ് ആയി. എന്നിട്ട് ഇവിടെ ഒരു കണക്ഷൻ ഇല്ല, ഈ ട്രേസ് ഇവിടെ കണക്റ്റഡ് അല്ല, ഇവിടെ ഒരു ഹോൾ വരെ ഉള്ളൂ. എന്നിട്ട് അടുത്ത ഹോൾ ഇവിടെ വരെ വരുന്നത്. അപ്പോൾ നമ്മളിവിടെ വരച്ചപ്പം എന്താ, ഈ ഒരു ഹോളാണ് ഇത്, ഈ ഹോള് ഇത് കണ്ടോ. ഇനി ബോട്ടം ലെയറിലോട്ട് ഞാൻ ഇതിനെ ഫ്ലിപ്പ് ചെയ്തു. ഓക്കെ, ബോട്ടം ലെയറിലോട്ട് ഞാൻ ഇതിനെ ഫ്ലിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് കണ്ടോ, ബാക്കിയുള്ള കണക്ഷൻസ് ഇവിടെ എസ്റ്റാബ്ലിഷ് ആയി കണ്ടോ, ഈ ഒരു ബാക്കിയുള്ള. അപ്പൊ അവിടുന്ന് വരിക, ഹോൾ ക്രിയേറ്റ് ആവുക, ബാക്കിയുള്ള കണക്ഷൻ ഇവിടെ വരിക, പിന്നെ റീകണക്ട് ആവുക. ഓക്കെ, ഈ ഒരു കോൺസെപ്റ്റ് ആണ് വയേർഡ്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞു ഒരു കമ്പോണന്റിനെ ഫ്ലിപ്പ് ചെയ്തു, എഫ് എന്ന് പറയുന്ന ബട്ടൺ യൂസ് ചെയ്ത് ഞാൻ ഫ്ലിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ആ കമ്പോണന്റ് എന്ത് ചെയ്യും, ബോട്ടം ലെയറിൽ വരും. ബാക്കി കമ്പോണൻസ് എല്ലാം ടോപ്പ് ലെയറിലേക്ക്, ഈ കമ്പോണന്റ് മാത്രം ബോട്ടം ലെയറിലേക്ക്. ഫോർ എക്സാമ്പിൾ ഞാൻ കുറച്ചുകൂടെ കമ്പോണൻസ് കാണിച്ചു തരാം. ഇതിനെ ഞാൻ ഫ്ലിപ്പ് ചെയ്തു, ഇതിനെ ഫ്ലിപ്പ് ചെയ്തു, ഇതിനെ ഫ്ലിപ്പ് ചെയ്തു എന്ന് വെച്ചോ. സേവ് ചെയ്തു, വ്യൂയിൽ പോവാം, 3D വ്യൂർ എടുക്കുക. ഇത്രയും കമ്പോണൻസ് ടോപ്പ് ലെയറിൽ വരും. ഇനി ഫ്ലിപ്പ് ചെയ്ത് കഴിയുമ്പോൾ ഈ കമ്പോണൻസ് എല്ലാം ബോട്ടം ലെയറിലേക്ക് വരുന്നത്. ഓക്കെ, സോ ഇത്രയും കമ്പോണൻസ് ടോപ്പ് ലെയറിൽ വരും. എന്താ പറയുക, ഫ്ലിപ്പ് ചെയ്യുമ്പോൾ ഇത്രയും കമ്പോണൻസ് ബോട്ടം ലെയറിൽ വരും. ഇത് നമ്മുടെ IC ഇങ്ങനെയാണ്. ഇതാണ് ICന്റെ ഒരു 3D വ്യൂ. നമ്മുടെ IC ഇങ്ങനെ ഇരിക്കും. ഇത് കുറച്ച് ഹെഡേഴ്സിന്റെ 3D വ്യൂ കാര്യങ്ങൾ. ഇതാണ് ആ കമ്പോണന്റ്. അപ്പം ട്രേസ് ക്ലിയർ ആയിട്ട് നമുക്ക് കാണാൻ പറ്റും ഇതിൻ്റെ അകത്ത് എങ്ങനെയായിരിക്കുന്നത്. സോ ഇത്രയും കാര്യങ്ങളാണ് ഉള്ളത്. അപ്പോൾ ഇത് ബേസിക് ആയിട്ടുള്ള ഐഡിയ മാത്രമേ ഉള്ളൂ. കാരണം ഇത് വെച്ച് നമുക്കൊരു ഫുൾ PCB ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചാൽ ഒരു ബേസിക് ഐഡിയ വെച്ച് പിന്നെ കുറച്ചും കൂടെ ഡെവലപ്പ് ചെയ്യേണ്ടി വരും. കാരണം നമുക്ക് ഓരോ റിക്വയർമെന്റ്സിന്റെ അനുസരിച്ച് ചില ICs റിക്വയർ ചെയ്യുന്ന ഡിസൈൻ, ചിലപ്പോൾ വേറെ ICs വേറെ റിക്വയർമെന്റ് ആയിരിക്കും. അത് എല്ലാവരുടെ ഡാറ്റ ഷീറ്റിൽ അവർ പറയും. ഈച്ച് ആൻഡ് എവറിത്തിങ് വിൽ ബി മെൻഷൻഡ് ഇൻ ദ ഡാറ്റ ഷീറ്റ്. പക്ഷെ ആ ഒരു ഡാറ്റ ഷീറ്റ് റെഫർ ചെയ്തിട്ട് വേണം നമ്മൾ ബാക്കി വരയ്ക്കാൻ. ചിലപ്പം ഈ ഞാൻ നേരത്തെ പറഞ്ഞു ബക്ക് കൺവേർട്ടേഴ്സും ബക്ക് കൺവേർട്ടേഴ്സും ബൂസ്റ്റ് കൺവേർട്ടേഴ്സും ഒക്കെ വരുമ്പോഴത്തേക്ക് അവർ റെക്കമെൻഡ് ചെയ്യുന്നതെന്ന് പറയുമ്പോൾ അതിന്റെ സെന്ററിലും മീൻസ് ആ കമ്പൗണ്ട് ഇരിക്കുന്ന ഒരു പൊസിഷൻ ഉണ്ടല്ലോ. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇതൊരു ബക്ക് കൺവേർട്ടർ ആണെന്ന് വെച്ചു, ഇതിന്റെ ബോട്ടം, ഇതിന്റെ തൊട്ട് താഴത്തെ ലെയർ, അതായത് ഫ്രണ്ട് കോപ്പർ ആണ്, ഇതിന്റെ 2 ലെയർ ആണെങ്കിൽ ഫ്രണ്ട് കോപ്പർ, ബോട്ടം കോപ്പർ, ഈ കമ്പൗണ്ടിന്റെ തൊട്ട് താഴെ വേറെ ഒരു കമ്പൗണ്ടും വരാൻ പാടില്ല. അങ്ങനെയൊക്കെ കുറെ റൂൾസ് ഇവർ സ്പെസിഫൈ ചെയ്യും. സോ ഇതൊക്കെ ആ ഡാറ്റ ഷീറ്റ് റെഫർ ചെയ്താൽ തന്നെ നമുക്ക് കുറെ മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ്. സോ ഇത് ബേസിക് ആയിട്ടുള്ള എന്തൊക്കെ ചെയ്താൽ നമുക്കൊരു PCB ചെയ്യാൻ പറ്റും എന്നൊരു ഐഡിയ ആണ്. ട്രേസസും ബയാസിന്റെ കാര്യങ്ങൾ വരും. പിന്നെ RFലോട്ട് വരുമ്പോഴത്തേക്ക് ലെങ്ത് മാച്ചിങ് കോൺസെപ്റ്റ് ഒക്കെ വരും. ട്രേസസിന്റെ ലെങ്ത് വരെ മാറ്റർ ചെയ്ത് തുടങ്ങും. ട്രേസസിന്റെ ലെങ്ത്തിലേക്ക് എന്ത് വരാണ്, മീൻസ് ഇവിടെ നമ്മൾ ഈ ഒരു കോൺസെപ്റ്റ് ഒക്കെ യൂസ് ചെയ്യേണ്ടി വരും. ലൈക്ക് ലെങ്ത് ട്യൂൺ ചെയ്ത് ഇപ്പം ഈ നമ്മുടെ കമ്പ്യൂട്ടറിന്റെ റാം ഒക്കെ എടുത്ത് നോക്കിയാൽ തന്നെ മനസ്സിലാവും. അതിൻ്റെ അകത്ത് ട്രേസസ് ഇങ്ങനെ കേളി പോലത്തെ ട്രേസസ് ഒക്കെ വരച്ചിട്ടുണ്ടായിരിക്കും. അതൊക്കെ ലെങ്ത് ട്യൂൺ ചെയ്യാൻ വേണ്ടിയാണ്, ഒരു സ്പെസിഫൈഡ് ലെങ്ത് തന്നെ അത് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി. ഈ ഒരു ബേസിക് PCB വരുമ്പോഴത്തേക്ക് അതൊന്നും പ്രശ്നമായിട്ട് വരത്തില്ല. എത്ര ലെങ്ത് വേണമെങ്കിലും കൊണ്ടുവെക്കാം. നമ്മുടെ കേസിലാണെങ്കിൽ UART ഒക്കെ ആണെങ്കിൽ ഫുൾ PCB ചുറ്റിക്കറങ്ങി ട്രേസ് വരച്ചാൽ പോലും അതിനൊരു പ്രശ്നം വരത്തില്ല. പക്ഷേ ഈ
I²C ഒക്കെ വരുമ്പോഴത്തേക്ക് ട്രേസ് ലെങ്ത് മാറ്റർ ചെയ്ത് തുടങ്ങും. പക്ഷെ വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കത്തില്ല. RFന് അത്രയും പ്രശ്നങ്ങളോ ഹൈ സ്പീഡ് റാമിന്റെ കേസൊക്കെ വരുമ്പോൾ അങ്ങനെ അതിൽ ലെങ്ത് എത്ര പ്രശ്നം ഉണ്ടാക്കുന്നോ അത്രയും പ്രശ്നമൊന്നും ഇതിൻ്റെ അകത്തൊന്നും ഉണ്ടാക്കാൻ പോകുന്നില്ല. ഗ്രൗണ്ടിങ് പ്രോപ്പർ ആയിരിക്കണം, അത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിക്കുക. അതാണ് സോൺ ഇനീഷ്യലി ഫില്ല് ചെയ്യുന്നതിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് റീസൺ. ഗ്രൗണ്ടിങ് പക്ക പ്രോപ്പറായിട്ട് വേണം ചെയ്യാൻ. സോ ആ ഒരു കാര്യം. അപ്പം ഇത് ജസ്റ്റ് ഒരു ഐഡിയ തരാൻ വേണ്ടി. ഇപ്പം ഇത് ഞാൻ വേണമെങ്കിൽ ഒരു PCB കാണിച്ച് തരാം. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഫയൽസ് ഒരുപാട് ക്രിയേറ്റ് ആവും. ഫയൽസ് ക്രിയേറ്റ് ആകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഒരിക്കലും ഒരു ഫയൽ പോലും ഡിലീറ്റ് ആയി പോകല്. ഇപ്പം ഈ കേസിലാണെങ്കിൽ എടുത്ത് നോക്കിയാൽ ഈ 3 ഫയൽസ് ആയിരിക്കും, അത് കുറെ ബാക്കപ്സും കാര്യങ്ങളും അങ്ങനത്തെ കുറെ ഇത്രയും ഫയൽസ് ക്രിയേറ്റ് ആയി. ഒരു ഫയൽ പോലും ഡിലീറ്റ് ആയി പോകാൻ പാടില്ല, അത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. പിന്നെ ഓക്കെ, ഞാൻ ഒരു PCB ജസ്റ്റ് ഒന്ന് കാണിക്കാം. ഇതിന്റെ സ്കീമാറ്റിക് ഇത് ജസ്റ്റ് ആ OBCന്റെ ഒരു സ്കീമാറ്റിക് ആണ്. ഇതാണ് ആ ഫുൾ സർക്യൂട്ട്. ഇതിന്റെ ഒരു പാർട്ട് മാത്രമേ ഞാൻ വരച്ചുള്ളൂ. ഇത് ജസ്റ്റ് ആ ഫുൾ സർക്യൂട്ട് ആണ്. പിന്നെ ഇതിന്റെ PCBയിലോട്ട് പോകുമ്പോൾ ഓക്കെ, ഇതാണ് ഫുൾ PCB. സോ ഇപ്പം ഇതിൻ്റെ അകത്തെല്ലാം നോക്കി ഇതൊരു 4 ലെയർ PCB ആണ്. അപ്പം ഞാൻ ഫ്രണ്ട് ഇപ്പം ഇന്നൊപ്പം ഇത് ഫ്രണ്ട് ലെയർ ഇപ്പം IC അതിൻ്റെ ഇപ്പം ഡീകപ്ലിംഗ് കപ്പാസിറ്റേഴ്സ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ക്ലോസ് ആയിട്ട് തന്നെ പ്ലേസ് ചെയ്യണം. അങ്ങനത്തെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം. പിന്നെന്താണ്, ഇത് ഫ്രണ്ട് ലെയർ, ഇത് ഇന്നർ കോപ്പർ ലെയർ. ഇപ്പം ഫ്രണ്ട് ലെയർ ഇന്നർ കോപ്പർ ലെയറിൽ 2-3 ട്രേസസ് ഉണ്ടേ ഉള്ളൂ. ഇത്രയും ട്രേസസ് മാത്രമേ ഉള്ളൂ. പിന്നെ അതിന്റെ താഴെ വരുന്നത് ഇന്നർ 2 കോപ്പർ ലെയർ. ഇവിടെ ട്രേസ് ഒന്നും ഞാൻ വരച്ചിട്ടില്ല, കോപ്പർ ലെയർ മാത്രമേ ഉള്ളൂ. പിന്നെ ബോട്ടം ലെയറിൽ ട്രേസസ് മാത്രമേ ഉള്ളൂ, കമ്പോണൻസ് ഒന്നുമില്ല. ഇതാണ് ഇതാണ് സംഭവം. ഇപ്പം നമ്മുടെ ഇവിടെ ഈ വയേഴ്സ് ഒക്കെ വെച്ചേക്കുന്നതെന്ന് പറഞ്ഞാൽ ഗ്രൗണ്ടിങ് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയാണ്. നമ്മൾ മാക്സിമം ഗ്രൗണ്ടിങ് എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. ഗ്രൗണ്ടിങ് എപ്പോഴും നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കണം. സോ അതിനുവേണ്ടി മാക്സിമം വയേഴ്സ് വെച്ച് നമ്മൾ അതിനെ ഗ്രൗണ്ട് ചെയ്യും. ഐലൻഡ്സ് ഒന്നും വരില്ല, അങ്ങനത്തെ കുറെ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതൊക്കെ ചെയ്ത് കുറേയൊക്കെ മനസ്സിലാവും. ഇവിടെ 3.3 വോൾട്ടിന്റെ കേസ് എടുക്കുവാണെങ്കിൽ ഇവിടെ കുറച്ചുകൂടെ തിക്നെസ് കൂടിയ ട്രേസസ് ആയിരിക്കും ഞാൻ യൂസ് ചെയ്തേക്കുന്നത്. ഇപ്പം പ്രോപ്പർട്ടീസ് അറിയാൻ വേണ്ടി ആ ട്രേസ് ക്ലിക്ക് ചെയ്യുക, ഈ അടിച്ചാൽ അതിന്റെ പ്രോപ്പർട്ടീസ് വരും. ഇവിടെ ഞാൻ യൂസ് ചെയ്തേക്കുന്ന സൈസ് എന്ന് പറഞ്ഞാൽ 0.3048 ആണ്. പക്ഷേ ഇവിടെ വരുമ്പോഴത്തേക്ക് ഞാൻ യൂസ് ചെയ്തേക്കുന്ന സൈസ് 0.2032. സോ പവർ ലൈൻസ് വരുമ്പോൾ കുറച്ചും കൂടെ ട്രേസ് വിട്ട് എടുക്കും. വയേഴ്സും കുറച്ചും കൂടെ വലിയ വയേഴ്സ് ആയിരിക്കും കമ്പാരിറ്റീവ്ലി യൂസ് ചെയ്യുന്നത്. സോ ഇതിന്റെ ബോം എടുത്താൽ നമുക്ക് മനസ്സിലാവും. അതായത് ഈ ബോം ഞാൻ അറേഞ്ച് ചെയ്തേക്കുന്നത് എങ്ങനെയാന്ന് പറഞ്ഞാൽ എല്ലാം റെഫറൻസസും ഗ്രൂപ്പ് ചെയ്തിട്ടുണ്ട്, വാല്യൂസ്, അത് കഴിഞ്ഞിട്ട് ഡാറ്റ ഷീറ്റ്, ഈച്ച് ആൻഡ് എവറി കമ്പോണന്റ് ഡാറ്റ ഷീറ്റ് വെച്ചിട്ടുണ്ട്, ഫുട് പ്രിന്റ്, പിന്നെ അതിന്റെ ക്വാണ്ടിറ്റി, ഇത്രയും കാര്യങ്ങളാണ് വെച്ചേക്കുന്നത്. ഡാറ്റ ഷീറ്റ്, ഫുട് പ്രിന്റ്, ക്വാണ്ടിറ്റീസ്, ഇത്രയും കാര്യങ്ങൾ വെച്ചിട്ടുണ്ട്. ഡിസ്ക്രിപ്ഷനും ഉണ്ടായിരുന്നു. ഡിസ്ക്രിപ്ഷനും ഞാൻ ഫില്ല് ായിരുന്നു. ദെൻ ഓരോ കമ്പൗണ്ട് എന്തുവാ എന്ന് കാണിക്കാൻ വേണ്ടി. ഓക്കെ, സോ ഐ ഹോപ്പ് ഒരു ബേസിക് ഐഡിയ എനിക്ക് തരാൻ പറ്റി. കാരണം ടൈം റെസ്ട്രിക്ഷൻ ഉള്ളതുകൊണ്ട് കുറേ കാര്യങ്ങൾ ഓടിച്ച് പറയേണ്ട വന്നു. സോ ഇത് വെച്ച് ചെറിയ സർക്യൂട്ട്സ് ഒക്കെ ചെയ്ത് നോക്കിയാൽ നല്ലൊരു ഐഡിയ കിട്ടും, ഹൗ യു ക്യാൻ ഗോ അഹെഡ് വിത്ത് ദിസ്. സോ ഐ തിങ്ക് ഐ വൈൻഡ് അപ്പ് ദ സെഷൻ. ഇന്ന് 8 മണി എടുക്കേണ്ട സാധനം 8:26 കുഴപ്പമില്ല. ഓക്കെ.